अस्सलामु अलैकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين हज़रत मसीह मौऊद अलैहिस्सलाम फरमाते हैं कि रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के वाक़यात पेश आमदा। ഹസ്രത്ത് മസീഹെ മഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്ന സംഭവങ്ങൾ, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ, ആ കാലത്ത് ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്നും ആ മഹാത്മാവ് വന്ന് എന്താണ് ചെയ്തത് എന്നും പൂർണമായ അറിവും ജ്ഞാനവും ഉണ്ടെങ്കിൽ മനുഷ്യൻ ആവേശഭരിതനായി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, ഇത് കേവലം ഒരു ഭാവനയോ കെട്ടിച്ചമച്ചതോ ആയ കാര്യമല്ല, മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു എന്നതിന് വിശുദ്ധ ഖുർആനും ലോകചരിത്രവും സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെയല്ല എങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമായി ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹിം വസല്ലിമു തസ്ലീമ എന്ന് പറയാൻ കാരണമെന്താണ്? അതായത് അല്ലാഹും അവന്റെ എല്ലാ മലക്കുകളും റസൂൽ തിരുമേനിക്ക് സമാധാനവും ശാന്തിയും ആശംസിക്കുന്നു. അല്ലേ വിശ്വാസികളെ, നിങ്ങളും നബിക്ക് ശാന്തിയും സമാധാനവും ആശംസിക്കുക. പറയുന്നു, മറ്റൊരു നബിക്ക് വേണ്ടിയും ഈ ശബ്ദം ഉയർന്നിട്ടില്ല. പരിപൂർണ വിജയത്തോടും പരിപൂർണ പ്രശംസയോടും കൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയപ്പെട്ട ഈ ഒരു മനുഷ്യൻ മാത്രമാണ് ലോകത്ത് വന്നിട്ടുള്ളത്. പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനു വേണ്ടി, അതായത് അതിന് അതിർവരമ്പ് നിശ്ചയിക്കുന്നതിനു വേണ്ടി അള്ളാഹു ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാകുന്നു. വാക്കുകൾ ലഭിക്കുമായിരുന്നു, എന്നാൽ അള്ളാഹു സ്വയം അത് ഉപയോഗിച്ചില്ല. അതായത് ആ മഹാത്മാവിന്റെ സത്പ്രവർത്തികൾ അതിരുകൾക്ക് അതീതമായിരുന്നു, എല്ലാവിധ പരിധികൾക്കും പുറത്തായിരുന്നു. ഈ വിധത്തിലുള്ള വചനം മറ്റൊരു നബിയുടെ പ്രശംസയ്ക്ക് വേണ്ടിയും ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആത്മാവിൽ അത്തരത്തിലുള്ള ഒരു പരിശുദ്ധിയും സത്യസന്ധതയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഇത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു. അള്ളാഹു ഇപ്പോഴേക്കുമായി കൽപ്പന പുറപ്പെടുവിച്ചു, ഇനി ജനങ്ങൾ നന്ദി സൂചകമായി ഈ നബിക്ക് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക.
उसवा हसना को जब देखे ആ മഹാത്മാവ് കൊണ്ടുവന്ന അധ്യാപനങ്ങൾ इस पर अमल करे പാരായണം ചെയ്യുമ്പോൾ, और इसे अपनाने की कोशिश करे। അവിടുത്തെ മനോഹര ജീവിതം കാണുമ്പോൾ आप सल्लल्लाहु अलैहि वसल्लम पर അതനുസരിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം कि इस मोहसिन आजम ने അത് സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ആ മഹാത്മാവിന് വേണ്ടി സലാത്തും സലാമും ചൊല്ലുക എന്നതും ताला की ഒരു വിശ്വാസിയുടെ കർത്തവ്യമാണ്. अमल करके दिखा ഈ മഹാനായ ഔദാര്യവാൻ നമ്മിൽ എത്രമാത്രം വലിയ ഔദാര്യമാണ് ചെയ്തിരിക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ വശവും അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു കാണിച്ചുകൊണ്ട്, നമ്മോട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞുകൊണ്ട്, इबादत के നമുക്ക് അള്ളാഹുവിനെ ലഭിക്കുന്ന മാർഗത്തെക്കുറിച്ച് മാർഗദർശനം നൽകി. अल्लाह ताला की मखलूक का हक अदा करने അള്ളാഹുവിന്റെ ആരാധനയുടെ നിലവാരം സ്വായത്തമാക്കുന്നതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തന്നു. एक मोमिन खुदा ताला की रजा हासिल कर सकता അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചെയ്യേണ്ട കടമകൾ है। ये सब बातें നിറവേറ്റേണ്ടതിന്റെ ബോധ്യം വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുത്തു. അത് മുഖേന അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ दुनिया को भी ഒരു വിശ്വാസിക്ക് സാധിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ മഹാത്മാവിൽ സലാത്തും സലാമും ചൊല്ലണമെന്നും आपके ആ മഹാത്മാവിന്റെ ജീവിതവും അധ്യാപനങ്ങളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. आपकी सीरत के ആ മഹാത്മാവിന്റെ ഔദാര്യവും സൗന്ദര്യവും वो लोग ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എപ്പോഴെല്ലാം इंसाफ की ആ മഹാത്മാവിന്റെ ജീവിതത്തിന്റെ रमक रख ഏതെങ്കിലും ഭാഗം वो बावजूद इख्तिलाफ നീതിയുടെ ഒരു ചെറിയ തിളക്കമെങ്കിലും ഹൃദയത്തിലുള്ള അന്യരുടെ മുന്നിൽ വരുമ്പോൾ तारीफ की അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് പോലും इस्लाम के मुखालिफिन आप सल्लल्लाहु अलैहि ആ മഹാത്മാവിന്റെ ജീവചരിത്രത്തിലെ മനോഹര വശങ്ങളെ പ്രശംസിക്കാതിരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് वसल्लम ये लोग ഇസ്ലാമിന്റെ എതിരാളികൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ, അതല്ലെങ്കിൽ ആ മഹാത്മാവ് കൊണ്ടുവന്ന അധ്യാപനങ്ങൾക്കെതിരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒന്നുകിൽ ഇവർ നീതിരഹിതമായ इसके लिए ഹൃദയം വഹിക്കുന്നവരാണ്, അതല്ല എങ്കിൽ ആ മഹാത്മാവിന്റെ ജീവിതത്തിന്റെ മനോഹര വശങ്ങൾ അറിയുന്നവരെയല്ല, भी അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമല്ല. इसके लिए हर किस्म का जरिया हमें इस्तेमाल करना चाहिए। इसके बारे में पहले ലോകത്തിന് दुआ कह चुका हूँ। ആ മഹാത്മാവിന്റെ ജീവിതത്തെ കുറിച്ച് ബോധ്യം നൽകേണ്ടതും നമ്മുടെ ജോലിയാണ്. ഇതിനുവേണ്ടി എല്ലാവിധത്തിലുള്ള മാർഗങ്ങളും നാം അവലംബിക്കേണ്ടതുണ്ട്. कि उन पर दुनिया ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. दुनियादार अगर कोई बात ചിലരുടെ പ്രകൃതം തന്നെ അത്തരത്തിലായിരിക്കും. അതല്ലെങ്കിൽ ഭൗതികതയിൽ മുങ്ങിയവർ കേവലം लोगों की बातों ഭൗതികരുടെ സ്വാധീനം മാത്രം അവരിൽ നിലനിൽക്കുന്നു. के ഭൗതികരും ഏതെങ്കിലും കാര്യം പറയുമ്പോൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നു. अगर उनके अपने लोग कहें റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഒരു മുസ്ലിം പറയുന്നതിനേക്കാൾ കൂടുതൽ അവരിൽ അവരുടെ ആളുകളുടെ വാക്കുകൾ സ്വാധീനം ചെലുത്തുന്നു. किताब में लिखा ചില അവസരങ്ങളിൽ അവരുടെ തന്നെ ആളുകൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നു. हजरत सल्लल्लाहु अलैहि वसल्लम की सीरत के बारे में അതുകൊണ്ട് തന്നെ तक पहुंचाने അവരുടെ തന്നെ പ്രശസ്തരായ ആളുകൾ, ഗ്രന്ഥകാരന്മാർ, പണ്ഡിതന്മാർ, എഴുത്തുകാർ पेश करूंगा എന്നിവരുടെ जिन्होंने റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ की सीरत से അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ടതാണ്. आपकी शख्सियत से ഇപ്പോൾ ഞാൻ അത്തരം ചില ആളുകളുടെ ലിഖിതങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്താൽ സ്വാധീനിക്കപ്പെട്ട്, ആ മഹാത്മാവിന്റെ വ്യക്തിത്വത്താൽ സ്വാധീനിക്കപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതാണ് അവ. അവയിൽ ചിലർ എതിരാളികളായിരുന്നു, എന്നല്ല എതിർപ്പിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം എഴുതാൻ നിർബന്ധിതരായി തീർന്നു. अंग्रेजी तर्जुमा कुरान टू द रीडर के हैं जॉर्ज सेल ഒരു എഴുത്തുകാരൻ, खुद भी അദ്ദേഹം देखो इतने हक में വിശുദ്ധ ഖുർആന്റെ ഇംഗ്ലീഷ് തർജ്ജമയായ स्पेन ടു ദ റീഡർ എഴുതിയ എഴുത്തുകാരനാണ്. जो वो भी ക്യാൻ ജോൺ സെയിൽ എന്നാണ് പേര്. बाज बातें ഇദ്ദേഹം ഇസ്ലാമിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. लिखने पे मजबूर है। ഇസ്ലാമിന്റെയും റസൂൽ തിരുമേനിയുടെയും വലിയ എതിരാളിയായിരുന്ന സ്പെയിൻ ഹാമസ് എന്ന വ്യക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് उसने लिखा എഴുതാൻ ഇദ്ദേഹം നിർബന്ധിതനായി തീർന്നിരിക്കുന്നു. കാരണം അയാൾ റസൂൽ തിരുമേനിയെ കുറിച്ച് പലതും എഴുതിയിട്ടുണ്ട്. അയാൾ എഴുതി റസൂൽ തിരുമേനിയെ കുറിച്ച് എഴുതിയതിനെ കുറിച്ച്. इसके बारे में ഏതായാലും स्पेन അയാളെ കുറിച്ച് എഴുതുന്നു. ये लिखता है कि ये तो नेक आदमी था, बहरहाल नेक तो बहरहाल नहीं था,
लेकिन कम से कम इंसाफ लिखने पर मजबूर था। वो लिखता है സ്പെൻ ഹാമിസ് അത്ര നല്ല ആളൊന്നുമായിരുന്നില്ല, काम എന്നാൽ फितरी काबिल നീതിയോടുകൂടി എഴുതാൻ നിർബന്ധിതനായി തീർന്നു. അദ്ദേഹം എഴുതുന്നു, खूबसूरत മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം पसंदीदा പൂർണ്ണമായും गुरबा പ്രകൃതിപരമായ കഴിവുകൾ കൊണ്ട് അലങ്കൃതനായിരുന്നു. दुश्मनों के രൂപത്തിൽ അങ്ങേയറ്റം മനോഹരനും शुजात ജ്ഞാനിയും सबसे बढ़कर ये ബുദ്ധികൂർമ്മതയുള്ളവനും സൽസ്വഭാവിയും ദരിദ്രരെ സേവിക്കുന്നവനും अदब എല്ലാവരോടും വിനയത്തോടെ പെരുമാറുന്നവനും ശത്രുക്കൾക്കെതിരെ സ്ഥിരചിത്തതയുള്ളവനും ധൈര്യവാനും ഏറ്റവും വലിയ കാര്യം എന്നത് ദൈവത്തിന്റെ നാമം അങ്ങേയറ്റം ബഹുമാന പുരസ്സരം ഉപയോഗിക്കുന്നവരുമായിരുന്നു. और झूठी गवाही देने കള്ളസത്യം പറയുന്നവർക്കും വ്യഭിചാരികൾക്കും ദുഷ്കർമ്മികൾക്കും ആരോപണങ്ങൾ കെട്ടിച്ചമക്കുന്നവർക്കും ദുർവ്യയം ചെയ്യുന്നവർക്കും ദുരാഗ്രഹികൾക്കും കള്ളസാക്ഷ്യം പറയുന്നവർക്കും എതിരിൽ അങ്ങേയറ്റം കാഠിന്യത്തോടുകൂടിയുള്ളവരായിരുന്നു. वाले और खुदा की हम അനുകമ്പ, ദാനധർമ്മം, കരുണയും കാരുണ്യവും, മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കൽ എന്നീ കാര്യങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം താക്കീത് ചെയ്യുന്നവരും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിലും പ്രകീർത്തിക്കുന്നതിലും എല്ലായ്പ്പോഴും മുഴുകുന്നവരുമായിരുന്നു. ഇതെല്ലാം തന്നെ എഴുതിയിട്ടും एक ഇയാൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് ആ മഹാത്മാവിനെതിരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. स्टैनले ഏതായിരുന്നാലും वो लिखती हैं മറ്റൊരു हजरत मोहम्मद सल्लल्लाहु अलैहि वसल्लम എഴുത്തുകാരിയാണ് शहर मक्के में സ്റ്റാലിൻ ലെംപു. दाखिल हुए അവർ എഴുതുന്നു, का जो आप ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വദേശമായ മക്കയിൽ വിജയശ്രീലാളിതനായിക്കൊണ്ട് പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കഠിന ശത്രുക്കളോടും അദ്ദേഹത്തിന്റെ രക്തദാഹികളുമായിരുന്ന മക്കക്കാർക്ക് എല്ലാവർക്കും മാപ്പ് നൽകുകയുണ്ടായി. ഈ വിജയം മനുഷ്യ ചരിത്രത്തിൽ ഉദാഹരിക്കാൻ ലഭിക്കാത്ത പരിശുദ്ധവും വിജയകരവുമായ പ്രവേശനമായിരുന്നു. प्रोफेसर H.G. वेल्स പിന്നീട് कहते हैं कि पैगंबर इस्लाम की सदाकत का ഔട്ട്ലൈൻ ഓഫ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവായ പ്രൊഫസർ എച്ച്.ജി. വെൽസ് എഴുതുന്നു, पर सबसे पहले ईमान लाए ഇസ്ലാമിന്റെ പ്രവാചകന്റെ സത്യസാക്ഷ്യത്തിനുള്ള ഏറ്റവും വലിയ തെളിവിതാണ് झूठे मुद्दई ആ മഹാത്മാവിനെ നന്നായി അറിയുന്നവർ തന്നെയാണ് അദ്ദേഹത്തിൽ ആദ്യമായി വിശ്വസിച്ചത്. ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം बात मौजूद है। ഒരു കള്ളവാദിയായിരുന്നില്ല. इस्लाम ने ഇസ്ലാമിൽ ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്തായ ഗുണങ്ങളും ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ പ്രവാചകൻ അക്രമത്തിന്റെയും ദുഷ്കർമ്മത്തിന്റെയും അവസാനം കുറിച്ച ഒരു സൊസൈറ്റിക്ക് അടിത്തറ പാകി. दिलेसी ओलेरे अपनी किताब इस्लाम एट दी क्रॉस रोड्स पे लिखता है कि तारीख ने इस बात को खोल कर रख दी ദിലേസി വലേറെ मुसलमानों का തന്റെ ഗ്രന്ഥമായ लेना ഇസ്ലാം അറ്റ് ദ ക്രോസ് റോഡ്സ് എന്നതിൽ എഴുതുന്നു, मकबूजा ചരിത്രം ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. തീവ്രവാദികളായ മുസ്ലിങ്ങളുടെ किस्सों में से ലോകത്തിനുമേലുള്ള വിജയം, വാൾബലം കൊണ്ട് അതീശത്വ സമുദായങ്ങളിൽ ഇസ്ലാം നടപ്പിൽ വരുത്തൽ എന്നിവ ചരിത്രകാരന്മാരാൽ വിവരിക്കപ്പെട്ട കഥകളിൽ അങ്ങേയറ്റം വ്യർത്ഥവും അത്ഭുതകരവുമായ കഥയാണ്. അതായത് ചരിത്രകാരന്മാർ ഇസ്ലാം വാൾബലം കൊണ്ടാണ് വിജയിച്ചത് എന്ന് എഴുതിയത്, ഇത് ഇദ്ദേഹം പറയുന്നു വ്യർത്ഥമായ ഒരു കഥയാണ്. कि मैं उस शख्स की जिंदगी के बारे में ഇനി जानना चाहता था जिसने മഹാത്മാഗാന്ധി के लाख തന്റെ യങ് ഇന്ത്യ എന്ന ഒരു മാസികയിൽ എഴുതുന്നു, तालिया करके ഞാൻ मेरा इस बात पर യാതൊരുവിധ അഭിപ്രായ ഭിന്നതകളുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളിൽ ഭരണം നടത്തിയ ആ വ്യക്തിയെക്കുറിച്ച് എല്ലാം അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ചതിനു ശേഷം ഈ കാര്യം എനിക്ക് കൂടുതൽ വിശ്വാസമായി. ഇസ്ലാം ആ കാലഘട്ടത്തിൽ വാളുകൊണ്ടായിരുന്നില്ല ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയത്, മറിച്ച് ഈ പ്രവാചകന്റെ സാധാരണത്വം തന്റെ പ്രവർത്തനത്തിലുള്ള മുഴുകൽ മൂലവും അങ്ങേറ്റം സൂക്ഷ്മതയോടുകൂടിയുള്ള തന്റെ വാഗ്ദാന പാലനത്തിലും തന്റെ സുഹൃത്തുക്കളോടും അനുയായികളോടും അങ്ങേയറ്റം വിശ്വാസം കാണിക്കുകയും ദുസ്വഭാവം കാണിക്കാതിരിക്കുകയും നിർഭയനായിരിക്കുകയും അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും തന്റെ മിഷനിലും किताब की दूसरी जिल्द भी खत्म പരിപൂർണ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങളായിരുന്നു അദ്ദേഹം എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്തത്. ഞാൻ ഈ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥത്തിന്റെ 2 വാല്യവും വായിച്ചു തീർന്നപ്പോൾ ഈ ഗ്രന്ഥം ഞാൻ വായിച്ചു നിർത്തിയത് മൂലമുള്ള ദുഃഖം എന്നിൽ അവശേഷിച്ചു. അദ്ദേഹം വായിച്ച സീറത്തിന്റെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി സർ ജോൺ ബെഗൽ ക്ലാർക്ക്, ഇദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു. जो भी राय कायम करे 1986 ഇദ്ദേഹം മരിച്ചത്. അദ്ദേഹം വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ച് പറയുന്നു, कि नहीं कि मोहम्मद അനുവാചകർ के ഈ പുസ്തകത്തെക്കുറിച്ച്
अपने अंदर എന്ത് തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയാലും किस्सों മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ बात से हैरान ആത്മീയ അനുഭവങ്ങൾ പുതിയതും പഴയതുമായ कि हिंदू നിയമങ്ങളിലെ കഥകളുമായും ക്രിസ്തീയ മഹത്തുക്കളുടെ ആത്മീയ അനുഭവങ്ങളുമായും അത്ഭുതകരമായ വിധത്തിൽ സാദൃശ്യപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം നിഷേധിക്കാൻ സാധ്യമല്ല. ഇതേപോലെ തന്നെ ഹിന്ദുക്കളുടെയും മറ്റു മതവിശ്വാസികളുടെയും മഹത്തുക്കളുടെയും അനേകങ്ങളായ സ്വപ്നങ്ങളോടും ജാഗ്രതാ ദർശനങ്ങളോടും സാദൃശ്യമുണ്ടാകാനും സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അധികമായും പരിശുദ്ധവും ശ്രേഷ്ഠവുമായ ജീവിതത്തിന്റെ ആരംഭത്തിന്റെ അടയാളമായിരിക്കും. ഇത്തരം സംഭവങ്ങൾ മാനസിക വഞ്ചനയായി നിശ്ചയിക്കുന്നത് ഒരു പ്രബലമായ വിശദീകരണമായി തോന്നില്ല. കാരണം അത്തരം സംഭവങ്ങളിൽ ഒരുപാട് ആളുകൾ പങ്കാളികളാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസവും ആയിരക്കണക്കിന് മൈലുകൾ ദൂരത്തിലുമുള്ളതുമായ പരസ്പരം കേൾക്കാൻ പോലും സാധിക്കാത്ത ഇത്തരം ആളുകളുടെ സംഭവങ്ങളിൽ കാണുന്ന അസാധാരണമായ ഒരുമ, ഈ എല്ലാ വ്യക്തികളും അത്ഭുതകരമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട സ്വപ്നങ്ങളും ദർശനങ്ങളും ഇവർ സ്വയം നിർമ്മിച്ചെടുത്തതാണ് എന്ന അഭിപ്രായം ബുദ്ധിക്ക് യോജിക്കുന്നതല്ല. ഇവർ ഒരാൾ മറ്റൊരാളെ കുറിച്ച് യാതൊരു അറിവും ഇല്ലാതിരുന്നിട്ടും. जिन लोगों ने उनके बारे में लिखा है, इस फहरिस्त से मालूम होता है कि इसमें പിന്നീട് ഹബ്ഷയിലെ ഹിജ്റത്തിനെ കുറിച്ച് എഴുതുന്നു. जो कि इस्लाम ഇതിൽ कर चुके थे और रसूल അതുവരെ ഇസ്ലാം സ്വീകരിച്ച എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും മക്കയിലെ ക്രൂരരും ये एक ऐसी हालत है जो साबित करती है അക്രമികളുമായ सल्लल्लाहु अलैहि वसल्लम വാസികളോടൊപ്പമാണ് मजबूती के വളരെ കുറച്ച് അനുയായികളോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ ഒരു അവസ്ഥ മഹാത്മാവിന്റെ സ്വഭാവപരമായ ധൈര്യത്തിലും किताब വിശ്വാസപരമായ ദൃഢതയിലും ഉന്നത നിലവാരത്തിൽ വിരാജിക്കുന്നവനായിരുന്നു എന്നത് തെളിയിക്കുന്നു. के ഇനി ജോൺ വില്യം 4 साल बाद റാപ്പേഡ് തന്റെ 1969 ईस्वी में ഗ്രന്ഥമായ ഹിസ്റ്ററി ഓഫ് ദ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് जिसने तमाम യൂറോപ്പ് എന്നതിൽ എഴുതുന്നു, बनी नौ इंसान पर अपना असर छोड़ा ജസ്റ്റീനിയന്റെ മരണത്തിന് 4 വർഷങ്ങൾക്ക് ശേഷം है सल्लल्लाहु अलैहि ക്രിസ്താബ്ദം 570 जिसे बाद മുഴുവൻ പ്രഗത്ഭ വ്യക്തികളെക്കാളും മനുഷ്യ സമൂഹത്തെ സ്വാധീനിച്ച ഒരു വ്യക്തി മക്കയിൽ ജനിക്കുകയുണ്ടായി. खूबियां थीं जिन ആ വ്യക്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹത്തെ ചില യൂറോപ്യർ लीक करने वाले सिपाही കള്ളവാദി എന്ന് പറയുന്നു. मेंबर पर फसाद എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരുപാട് സമുദായത്തിന്റെ ഭാഗ്യങ്ങൾ തീരുമാനിക്കപ്പെട്ട जब तकरीर फरमाते ശ്രേഷ്ഠതകളുണ്ടായിരുന്നു. कान में उतरते അദ്ദേഹം ഒരു പ്രചാരകനായ പടയാളിയായിരുന്നു. പ്രസംഗപീഠം അർത്ഥവൈപുല്യം കൊണ്ട് നിറയുമായിരുന്നു. അതായത് പ്രസംഗിക്കുമ്പോൾ मजहब का खुलासा एक ही था യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ ധൈര്യശാലി बयान करने के അദ്ദേഹത്തിന്റെ മതം ഇത്രമാത്രമായിരുന്നു. को इख्तियार नहीं किया बल्कि अपने पैरोकारों ദൈവം ഏകനാണ്. सफाई മതത്തിന്റെ സംക്ഷിപ്തം ഇത്രമാത്രമായിരുന്നു, ദൈവം ഏകനാണ്. देते हुए ഈ സത്യം വിവരിക്കുന്നതിനായി അദ്ദേഹം ആശയപരമായ സംവാദത്തിന് മുതിർന്നില്ല. മറിച്ച് തന്റെ അനുയായികളെ വൃത്തി, നമസ്കാരം, വൃദ്ധാനുഷ്ഠാനം എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക ജീവിതത്തിന്റെ അവസ്ഥ പ്രവർത്തന തലത്തിൽ ഉന്നതമാക്കി. ഈ വ്യക്തി ദാനധർമ്മങ്ങൾക്ക് മറ്റെല്ലാ പ്രവർത്തനങ്ങളെക്കാളും പ്രാധാന്യം നൽകി. പിന്നീട് പ്രസിദ്ധനായ नाम की इब्तदाई ഓറിയന്റലിസ്റ്റ് വില്യം മോൺഗോമറി തന്റെ ഗ്രന്ഥമായ മുഹമ്മദ് അറ്റ് മദീനയിൽ എഴുതുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും मौका फराहम किया ഇസ്ലാമിന്റെയും ആരംഭ ചരിത്രത്തിൽ എത്ര തന്നെ ചിന്തിച്ചാലും അത്രത്തോളം അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ വിശാലത കണ്ട് മനുഷ്യൻ അത്ഭുത പരതന്ത്രനായി പോകുന്നു. ആ കാലഘട്ടത്തിലെ അവസ്ഥ അദ്ദേഹത്തിന് വളരെ കുറച്ചു പേർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സന്ദർഭം നൽകി. അഥവാ അദ്ദേഹം ആ കാലഘട്ടത്തിന് പൂർണ്ണമായും യോഗ്യനായ മനുഷ്യനായിരുന്നു. അഥവാ അദ്ദേഹത്തിന്റെ പക്കൽ ദീർഘദൃഷ്ടി, ഭരണത്തിനു വേണ്ട സംഘടനാ പാഠവം, അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസം, അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലുള്ള ദൃഢവിശ്വാസം എന്നിവ ഉണ്ടായിരുന്നില്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ ഒരു പ്രധാന അധ്യായം രചിക്കപ്പെടുന്നത് ഇല്ലാതാകുമായിരുന്നു. ആ മഹാത്മാവിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള ഈ ഗ്രന്ഥം ഈ മഹാനായ മനുഷ്യനെ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം നൽകാനും സഹായിക്കും. मशहूर ईसाई और ഈ ജീവചരിത്രകാരൻ ഇദ്ദേഹം റസൂൽ തിരുമേനിയെ കുറിച്ച് നല്ല ഒരു ചിന്തയുള്ള ആളല്ല. और गवर्नर की हैसियत से पोप ഇനി പ്രസിദ്ധനായ ക്രിസ്തീയ ചരിത്രകാരൻ റവറൻ ബാസ്റ്റർ സ്മിത്ത് എഴുതുന്നു, മതത്തിന്റെയും ഭരണത്തിന്റെയും മാർഗദർശകൻ എന്ന നിലയിലും ഗവർണർ എന്ന നിലയിലും പോപ്പിന്റെയും കൈസറിന്റെയും 2 വ്യക്തിത്വങ്ങൾ ഹസ്രത്ത് മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വ്യക്തിത്വത്തിൽ ലയിച്ചിരുന്നു. അദ്ദേഹം പോപ്പ് ആയിരുന്നു. എന്നാൽ പോപ്പിനെ പോലെ പ്രകടനാത്മകതയിൽ നിന്ന് പരിശുദ്ധൻ. അദ്ദേഹം കൈസറായിരുന്നു. എന്നാൽ കൈസറിന്റെ ഭൗതിക പ്രൗഢിയിൽ നിന്ന് നിരാശ്രയൻ. അഥവാ ലോകത്തെ ഏതെങ്കിലും വ്യക്തിക്ക് അയാൾ സൈന്യത്തെ കൂടാതെ, മണിമന്ദിരം കൂടാതെ, നികുതി പിരിവില്ലാതെ കേവലം ദൈവനാമത്തിൽ ലോകത്ത് സമാധാനവും സംവിധാനവും ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടാമെങ്കിൽ അത് കേവലം ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അദ്ദേഹത്തിന് സാധന സാമഗ്രികളില്ലാതെ തന്നെ എല്ലാ ശക്തിയും ഉണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം തന്നെ തന്റെ ഗ്രന്ഥമായ മുഹമ്മദ് ആൻഡ് മുഹമ്മദിസം എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, അദ്ദേഹത്തിന്റെ നുബുവത്തും റിസാലത്തുമാകുന്ന മിഷൻ ആദ്യമായി സ്വീകരിച്ച വ്യക്തികൾ ആ മഹാത്മാവിനെ നല്ല പോലെ അറിയുന്നവരായിരുന്നു. ഉദാഹരണമായി അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ അടിമ, അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ, അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്ത്. അദ്ദേഹത്തെക്കുറിച്ച് ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഇസ്ലാമിൽ പ്രവേശിച്ചവരിൽ ഈ ഒരു വ്യക്തി മാത്രമാണ് ഒരിക്കലും തന്നെ പിന്തിരിഞ്ഞു കളയാതിരുന്നത്. അദ്ദേഹം ഒരിക്കലും തന്നെ പരവശനാവുകയും ചെയ്തിട്ടില്ല. മറ്റു പ്രവാചകന്മാരെ പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗ്യം സാധാരണമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മഹത്വത്തെ നിഷേധിക്കുന്നവർ കേവലം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തവർ മാത്രമാണ്. പിന്നീട് ഇദ്ദേഹം തുടർന്നെഴുതുന്നു, ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ആചാരാനുഷ്ഠാനങ്ങൾ അദ്ദേഹം അതിനെ തടുക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പൂർണ്ണമായും അതിനെ ഇല്ലാതാക്കി. ഉദാഹരണമായി നരബലി, ബാലികമാരുടെ വധം, രക്തരൂക്ഷിത കലഹങ്ങൾ, അതായത് മനുഷ്യരെ ബലി നൽകുക, കുട്ടികളെ കൊല്ലുക, സ്ത്രീകളുമായുള്ള പരിധിരഹിതമായ വിവാഹം, അടിമകളോട് ചെയ്യുന്ന അവസാനമില്ലാത്ത പീഡനമർദ്ദനങ്ങൾ, മദ്യപാനം, ചൂതാട്ടം. അഥവാ അദ്ദേഹം അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു രീതി യാതൊരു തടസ്സവുമില്ലാതെ അറബികളിലും സമീപ പ്രദേശങ്ങളിലും നിലനിൽക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഇതെല്ലാം തന്നെ അവസാനിപ്പിച്ചു. പിന്നീട് ഇദ്ദേഹം തുടർന്നെഴുതുന്നു, ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള സത്യസന്ധതയിലും നന്മയിലും അഗാധമായ വിശ്വാസം വെച്ചുകൊണ്ട് എന്തെല്ലാമാണോ ചെയ്തത് അത് മറ്റൊരാൾക്ക് അത്രമാത്രം ഗഹനമായ വിശ്വാസമില്ലാതെ ചെയ്യാൻ സാധ്യമല്ല. അതായത് തന്റെ ലക്ഷ്യത്തെക്കുറിച്ചും തന്റെ വാദത്തെക്കുറിച്ചും താൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് എന്നതിനെക്കുറിച്ചും ഗഹനമായ വിശ്വാസം ആ മഹാത്മാവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിപ്ലവം ഉണ്ടായത്. പറയുന്നു, അദ്ദേഹത്തിന്റെ വിജയത്തിലെ ഓരോ സംഭവവും അദ്ദേഹം ഈ വിധത്തിലുള്ള യാഥാർത്ഥ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തിയും ആവേശിയുമായിരുന്നു എന്ന് തെളിയിക്കുന്നു. ആരാണോ തന്റെ വ്യക്തവും കൃത്യവുമായ വിശ്വാസത്തിലേക്ക് സാവധാനം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് എത്തിപ്പെടാൻ ശ്രമിക്കുന്നത്. തുടർന്നെഴുതുന്നു, അറബികൾക്ക് വിപ്ലവം ആവശ്യമായിരുന്നു എന്ന് പറയുന്നത് മറ്റു വാക്കുകളിൽ പുതിയ പ്രവാചകന്റെ ആവിർഭാവത്തിന് സമയമായിരുന്നു എന്നാണ്. അഥവാ അങ്ങനെ തന്നെയാണ് എങ്കിൽ ഹസ്രത്ത് മുഹമ്മദ് എന്തുകൊണ്ട് ആ പ്രവാചകനായിക്കൂടാ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിലെ എഴുത്തുകാരൻ സ്പെൻഗർ ഈ കാര്യം തെളിയിച്ചിട്ടുണ്ട്. ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പ്രവാചകന്റെ പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രവചനവും ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം വിവരിക്കുന്നു, ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ അവസ്ഥകളിൽ എത്രമാത്രം മാറിയിരുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. മറിച്ച് അത്ഭുതം ഈ കാര്യത്തിലാണ്, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ എത്ര കുറഞ്ഞ മാറ്റങ്ങളാണ് വന്നത്. മരുഭൂമിയിൽ ആടുകൾ മേയിച്ചുകൊണ്ടിരുന്ന കാലത്ത്, സിറിയയിലേക്കുള്ള കച്ചവടക്കാരനായ കാലത്ത്, ഹിറാ ഗുഹയിലെ ഏകാന്തവാസത്തിന്റെ ദിനങ്ങളിൽ, ഈ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പരിഷ്കർത്താവ് എന്ന നിലയിൽ മക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ, മദീനയിലേക്കുള്ള നാടുകടത്തൽ കാലത്ത് ഒരു അംഗീകൃത വിജയായിക്കൊണ്ട് ഇറാനി രാജാക്കന്മാരുടെയും ഹർക്കിൽമാരുടെയും സമാന സ്ഥാനീയൻ എന്ന നിലയിൽ എല്ലാം തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഒരു വ്യത്യാസവുമില്ലാത്ത സ്ഥിരചിത്തത ദർശിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഭൗതിക വ്യക്തിയുടെ അവസ്ഥയിൽ ഇത്രമാത്രം വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഇത്ര കുറച്ചു മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നത് എനിക്ക് തോന്നുന്ന കാര്യമല്ല. ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക അവസ്ഥകൾ മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ എല്ലാ അവസ്ഥയിലും എനിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിമഹത്വം ഒന്നായിട്ടാണ് തോന്നുന്നത്. ഇനി വാഷിംഗ്ടൺ ഇർവിന്റെ തന്റെ ഗ്രന്ഥമായ ലൈഫ് ഓഫ് മുഹമ്മദ്
എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, അദ്ദേഹത്തിന്റെ किसी किस्म की मसनूई യുദ്ധങ്ങളിലെ വിജയങ്ങൾ അദ്ദേഹത്തിൽ അഹങ്കാരമോ അഹംഭാവമോ ഏതെങ്കിലും വിധത്തിലുള്ള സ്വയം നിർമ്മിത പ്രൗഢിയോ പ്രഭാവമോ ജനിപ്പിച്ചില്ല. अपनी आदत അഥവാ ഈ വിജയങ്ങളിൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതെല്ലാം ഉണ്ടാകുമായിരുന്നു. തന്റെ ശക്തിയുടെ പരിപൂർണാവസ്ഥയിലും തന്റെ സ്വഭാവത്തിലും अगर कोई വ്യക്തിത്വത്തിലും അതേ സാധാരണത്വം അദ്ദേഹം നിലനിർത്തി. ഏതെന്നാണോ അദ്ദേഹത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിലും അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഏതുവരെ എന്നാൽ തന്റെ രാജകീയ ജീവിതത്തിൽ പോലും ആരെങ്കിലും തന്റെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനാവശ്യ ബഹുമാനം പ്രകടിപ്പിച്ചാൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. काफी कुछ खिलाफ भी लिखता है. ये भी लिखता है कि ഇനി സർ വില്യം മ്യൂർ, ഇദ്ദേഹവും ഒരു ഓറിയന്റലിസ്റ്റ് ആണ്. और किसी चीज पर उस वक्त तक हाथ न डाल ഒരുപാട് എതിരും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, काम मुकम्मल करते और किसी തന്റെ മുഴുവൻ ജോലിയും डालते जब പൂർത്തിയാക്കുമായിരുന്നു. सामने पड़ी न होती ഒരു വസ്തുവിലും ഏതുവരെ അത് തികച്ചും അദ്ദേഹത്തിന്റെ रहता. जब മുമ്പിലാകുന്നില്ലയോ അതുവരെ അതിൽ കൈവെക്കുമായിരുന്നില്ല. സാമൂഹിക न मुड़ते बल्कि കെട്ടുപാടുകളിലും और पूरा जिस्म उस शख्स അദ്ദേഹത്തിന്റെ രീതി ഇതായിരുന്നു. किसी से അദ്ദേഹം ആരോടെങ്കിലും സംസാരിക്കുന്നതിനായി മുഖം തിരിച്ചാൽ അദ്ദേഹം പകുതി മുഖം മാത്രം തിരിക്കുമായിരുന്നില്ല, മറിച്ച് മുഴുവൻ മുഖവും തിരിക്കുകയും के साथ മുഴുവൻ ശരീരവും ആ വ്യക്തിയിലേക്ക് തിരിക്കുമായിരുന്നു. ആർക്കെങ്കിലും തന്നെ കൈ കൊടുത്താൽ അദ്ദേഹം തന്റെ കൈ ആദ്യം വലിക്കുമായിരുന്നില്ല. ഇതുപോലെ തന്നെ ഏതെങ്കിലും അന്യരുമായി സംസാരിക്കുമ്പോൾ आपको हर काम പകുതി കേട്ട് ഉപേക്ഷിക്കുമായിരുന്നില്ല. മറ്റുള്ളവരുടെ കാര്യവും പൂർണ്ണമായും കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബപരമായ സാധാരണത്വം മേധാവിത്വം നേടിയിരുന്നു. അദ്ദേഹത്തിന് എല്ലാ ജോലിയും സ്വയം ചെയ്യുന്ന സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം എല്ലായ്പ്പോഴും ദാനധർമ്മം ചെയ്യുമ്പോൾ ആവശ്യക്കാരന് തന്റെ കൈ കൊണ്ട് നൽകുമായിരുന്നു. വീട്ടുജോലികളിൽ തന്റെ ഭാര്യമാരെ സഹായിക്കുമായിരുന്നു. ഏതുപോലെ നദി കരയിലേക്ക് എത്തുന്നുവോ അതുപോലെ അദ്ദേഹത്തിലേക്ക് എല്ലാ ഉയർന്നവർക്കും താഴ്ന്നവർക്കും എത്താമായിരുന്നു. പുറത്ത് നിന്ന് വരുന്ന സംഘങ്ങളെ ബഹുമാനത്തോടുകൂടി काबिल हुक्मरान സ്വാഗതമോദിയിരുന്നു. ഈ സംഘങ്ങളുടെ ആഗമനവുമായി ബന്ധപ്പെട്ട മറ്റു ഭരണപരമായ कि आप लिखना नहीं जानते കാര്യങ്ങളെക്കുറിച്ചും ചരിത്രത്തിൽ നിന്ന് തെളിയുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു യോഗ്യനായ ഭരണാധിക്ക് വേണ്ടുന്ന എല്ലാ കഴിവുമുണ്ടായിരുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം ഇതാണ്, അദ്ദേഹത്തിന് എഴുതാൻ അറിയുമായിരുന്നില്ല. വില്യം മ്യൂർ തുറന്നെഴുതുന്നു, करते മറ്റൊരു ശ്രേഷ്ഠത ആ സർവാത്മാവും सब्र ആ സത്സ്വഭാവവും തന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള അനുയായിയെപ്പോലും അദ്ദേഹം ശ്രദ്ധിക്കുന്നതുമാണ്. ലജ്ജ, കരുണ, ക്ഷമ, ദാനധർമ്മം, വിനയം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ പ്രധാന വിഷയങ്ങളായിരുന്നു. ഇത് കാരണം അദ്ദേഹം തന്റെ ചുറ്റുപാടിലെ ഓരോ വ്യക്തിയും തന്റെ സ്നേഹിതരാക്കി മാറ്റിയിരുന്നു. നിഷേധിക്കുന്നത് അദ്ദേഹത്തിന് അനിഷ്ടകരമായിരുന്നു. ഏതെങ്കിലും ആവശ്യക്കാരന്റെ ആവശ്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ നിശബ്ദത പാലിക്കുന്നത് ഉചിതമായി കരുതിയിരുന്നു. അദ്ദേഹം ഒരിക്കലെങ്കിലും ആരെയെങ്കിലും ക്ഷണം നിരസിച്ചതായി കാണാൻ സാധ്യമല്ല. അയാൾ എത്ര തന്നെ നിസ്സാരനായ വ്യക്തിയായിരുന്നാലും ശരി, അദ്ദേഹം ആരെങ്കിലും നൽകിയ സമ്മാനം അത് എത്ര തന്നെ ചെറുതായാലും ശരി നിരസിച്ചതായി കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ഒരു സാധാരണമായ ശ്രേഷ്ഠത ഇതായിരുന്നു, അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള ഓരോരുത്തർക്കും തോന്നുമായിരുന്നു അയാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി. അദ്ദേഹം ആരെയെങ്കിലും തന്റെ വിജയത്തിൽ സന്തോഷവാനായി കണ്ടാൽ ആവേശത്തോടെ അയാളുമായി ഹസ്തദാനം ചെയ്യുമായിരുന്നു, കെട്ടിപ്പിടിക്കുമായിരുന്നു. അവശരും ബുദ്ധിമുട്ടുള്ളവരും खेलते बच्चों को ബുദ്ധിമുട്ടിൽ വലയം ചെയ്യപ്പെട്ടവരും അവരോട് വളരെ നൈർമല്യതയോടുകൂടി അനുകമ്പ കാണിക്കുമായിരുന്നു. കുട്ടികളോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുമായിരുന്നു. വഴിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് സലാം പറയുന്നതിൽ യാതൊരുവിധ കുറവും കാണുമായിരുന്നില്ല. അദ്ദേഹം വരൾച്ചയുടെ കാലഘട്ടത്തിൽ പോലും തന്റെ ഭക്ഷണത്തിൽ മറ്റുള്ളവരെ കൂടി കൂട്ടുമായിരുന്നു. എല്ലാവരുടെയും സുഖത്തിനായി എപ്പോഴും പരിശ്രമിക്കുമായിരുന്നു. ഒരു നിർമ്മലവും बकर से भाई से കാരുണ്യവുമായ പ്രകൃതം അദ്ദേഹത്തിന്റെ എല്ലാ പ്രത്യേകതകളിലും വ്യക്തമായി കാണാൻ സാധിക്കുന്നു. जो आजाद മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അദ്ദേഹം അബൂബക്കറിനെ സഹോദരനേക്കാൾ കൂടുതലായി സ്നേഹിച്ചു. അലിയോട് പിതാവിന്റെ ലാളന കാണിച്ചു. സ്വതന്ത്രനാക്കിയ അടിമയായിരുന്ന സയ്യിദിന് दामन पकड़ते ഈ हुए കാരുണ്യവാനായ मैं आपको नहीं छोड़ूंगा. നബി ഇത്രമാത്രം സ്നേഹം നൽകിയിരുന്നു. അദ്ദേഹം തന്റെ പിതാവിനൊപ്പം പോകുന്നതിന് പകരമായി മക്കയിൽ താമസിക്കുന്നത് ഇഷ്ടപ്പെട്ടു. തന്റെ മേൽനോട്ടക്കാരന്റെ കോന്തല പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെ ഉപേക്ഷിക്കുകയില്ല, താങ്കൾ തന്നെയാണ് എന്റെ മാതാവും പിതാവും. उम्र भी आप സൗഹൃദത്തിന്റെ ഈ ബന്ധം സയ്യിദിന്റെ മരണം വരെ നിലനിന്നു. പിന്നീട് സയ്യിദിന്റെ മകൻ ഉസാമയോടും തന്റെ പിതാവ് കാരണം അദ്ദേഹം എല്ലായ്പ്പോഴും അങ്ങേയറ്റം കാരുണ്യത്തോടുകൂടി പെരുമാറി. ഉസ്മാനും ഉമറിനും അദ്ദേഹവുമായി പ്രത്യേകമായൊരു ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ഹുദൈഫിയ എന്ന സ്ഥലത്ത്
ബയ്യത്തെ റിസ്വാന്റെ സമയത്ത് തടവിലാക്കപ്പെട്ട തന്റെ മരുമകന് വേണ്ടി തന്റെ ജീവൻ പോലും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ സത്യസന്ധമായ സൗഹൃദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരിക്കലും ഇളക്കം തട്ടാത്ത സ്നേഹത്തിന് ഉദാഹരണമായി കാണാവുന്ന മറ്റനേകം സംഭവങ്ങളുണ്ട്. ഈ അവസരത്തിലും ഈ സ്നേഹം അനവസരത്തിലായിരുന്നില്ല, മറിച്ച് എല്ലാ സംഭവങ്ങളിലും ഈ സ്നേഹാധിക്യത്തിന്റെ ദർപ്പണമാണ്. തുടർന്നെഴുതുന്നു, തന്റെ ശക്തിയുടെ പാരമ്യതയിലും അദ്ദേഹം നീതിമാനും ന്യായിയുമായി നിലകൊണ്ടു. അദ്ദേഹത്തിന്റെ വാദത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിരുന്ന അല്പം പോലും ശിക്ഷ ഇളവ് കാണിച്ചില്ല. മക്കക്കാരുടെ സുദീർഘവും അധർമ്മപരവുമായിട്ടുള്ള ദുഃഖമേൽപ്പിക്കൽ കാരണം മക്ക വിജയ് തന്റെ കോപതാപങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് തീ കൊണ്ടും രക്തം കൊണ്ടും ഹോളി കളിക്കണമായിരുന്നു. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും കുറ്റവാളികളെ കൂടാതെ മറ്റെല്ലാവർക്കും പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. ഭൂതകാലത്തിലെ എല്ലാ കൈപ്പേറിയ ഓർമ്മകളും ഒറ്റയടിക്ക് മറന്നു. ഇവരുടെ എല്ലാവിധത്തിലുള്ള പരിഹാസവും അധിക്ഷേപവും അക്രമവും ക്രൂരതയും ഉണ്ടായിരുന്നിട്ട് പോലും ആ മഹാത്മാവ് തന്റെ ഏറ്റവും വലിയ ശത്രുക്കളോട് പോലും കാരുണ്യത്തോടുകൂടി വർത്തിച്ചു. മദീനയിൽ അബ്ദുള്ളയും മുനാഫിക്കീങ്ങളായ മറ്റു മുഖം തിരിച്ചു കളഞ്ഞവരോടും അവർ മുഴുവൻ വർഷവും അദ്ദേഹത്തിന്റെ പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ മേധാവിത്വത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിരുന്നു. അവർക്കും മാപ്പ് നൽകിയത് ഒരു പ്രകാശപൂരിതമായ ഉദാഹരണമാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ തലകുനിച്ച ഗോത്രങ്ങളോട് കാണിച്ച കാരുണ്യം, അവർ വിജയത്തിനു മുമ്പ് എതിരാളികളായിരുന്നു, അവരോടും കാരുണ്യത്തോടുകൂടി പെരുമാറി. ഇത് വില്യം മ്യൂർ വീണ്ടും എഴുതുന്നു, മുഹമ്മദിന്റെ സത്യസാക്ഷ്യത്തിനുള്ള ഒരു ദൈവീക തെളിവിതാണ്. ചില സ്ഥലങ്ങളിൽ അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ എതിരിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എഴുതുന്നു, മുഹമ്മദിന്റെ സത്യസാക്ഷ്യത്തിന് ഒരു ദൈവീകമായ തെളിവിതായിരുന്നു. അദ്ദേഹത്തിൽ ആദ്യം വിശ്വസിച്ചവർ ഉന്നത സ്വഭാവ ഗുണമുള്ളവരായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും വീട്ടുകാരുമായിരുന്നു. അവർ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്നവരായിരുന്നു. അവർക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പൊതുവിൽ ഒരു കപടവിശ്വാസിയിലും വഞ്ചകന്റെയും ഗാർഹിക ബന്ധങ്ങളിലും മറ്റു ബന്ധങ്ങളിലും ഉണ്ടായിട്ടുള്ള ആ കുറവുകൾ കാണാൻ സാധിച്ചില്ല. സർ തോമസ് കാർമോൾ ലോർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മിയാണ് എന്നതിനെ കുറിച്ച് എഴുതുന്നു, അദ്ദേഹത്തിന് ഒരു സ്കൂൾ വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു എന്ന കാര്യം നാം വിസ്മരിക്കരുത്. സ്കൂൾ ലേണിംഗ് എന്നെല്ലാം നാം പറയുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എഴുത്തുവിദ്യ അറേബ്യയിൽ തികച്ചും പുതുതായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വയം ഒരിക്കലും എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്ന അഭിപ്രായം സത്യമായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസവും മരുഭൂമിയിലെ ജീവിതത്തിനും അതിന്റെ പരിചയത്തിനും ചുറ്റിപ്പറ്റിയാണുള്ളത്. ഈ പരിമിതമായ പ്രപഞ്ചവും തന്റെ അന്ധകാര നിബിഡമായ പ്രദേശവും തന്റെ ഈ ഭൗതിക കണ്ണുകൾ കൊണ്ടും ഭൗതിക ചിന്തകൾ കൊണ്ടും അദ്ദേഹത്തിന് എന്ത് നേടാൻ സാധിക്കും? പുസ്തകങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നു. അറേബ്യയിലെ അന്ധകാര നിബിഡമായ പ്രദേശത്ത് കേട്ട് കേൾവിയിലുള്ള കാര്യങ്ങളും തന്റെ വ്യക്തിപരമായ പരീക്ഷണങ്ങളുമല്ലാതെ അദ്ദേഹത്തിന് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന യുക്തിഭദ്രമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ അറേബ്യയുടെ മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത് ഇവയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തത് കാരണം അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതിനു തുല്യമായിരുന്നു. അത്തരം ഭരണാധികാരികളോ പണ്ഡിതന്മാരോ ആരും തന്നെ ഈ മഹാമനുഷ്യനുമായി നേരിട്ടൊരു സംഭാഷണം നടത്തിയിട്ടില്ല. അഥവാ അദ്ദേഹം ഈ വിജന പ്രദേശത്ത് ഏകനായിരുന്നു. അങ്ങനെ കുദ്റത്തിലും തന്റെ ചിന്തയുടെ അച്ചുതണ്ടിലും അദ്ദേഹം വളർന്നു വന്നു. തുടർന്ന് എഴുതുന്നു, ആ മഹാത്മാവിന്റെ വിവാഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഗാർഹിക ബന്ധങ്ങളെക്കുറിച്ചും, അദ്ദേഹം എങ്ങനെയാണ് ഖദീജയുടെ പങ്കാളിയായത്, എങ്ങനെയാണ് ഈ സമ്പന്ന വിധവയുടെ വ്യാപാര കാര്യങ്ങളിലും മേൽനോട്ടക്കാരനായത്, എങ്ങനെയാണ് യാത്ര ചെയ്ത് സിറിയയിലെ മേളകളിൽ പങ്കെടുത്തത്, അദ്ദേഹം ഇതെല്ലാം എങ്ങനെയാണ് ചെയ്തത്, എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. അദ്ദേഹം ഇതിനങ്ങേയറ്റം ആത്മാർത്ഥതയോടും കഴിവോടും കൂടിയാണ് ചെയ്തത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ആദരവും അദ്ദേഹത്തോടുള്ള നന്ദിയും വികാരവും എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇവർ രണ്ടുപേരും വിവാഹത്തിന്റെ കഥ അറബികളിലെ എഴുത്തുകാർ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ഹൃദയഹാരിയും മനസ്സിലാക്കേണ്ടതുമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 25 വയസ്സായിരുന്നു. ഹദരത്ത് ഖദീജയുടെ വയസ്സ് 40 വയസ്സായിരുന്നു. അദ്ദേഹം പറയുന്നു, ആ മഹാത്മാവ് പരിശുദ്ധ വനിതയുമായി അങ്ങേയറ്റം സ്നേഹം നിറഞ്ഞ സമാധാനത്തിലുള്ള പരിപൂർണമായ ജീവിതം കഴിച്ചുകൂട്ടി. അദ്ദേഹം ഹദരത്ത് ഖദീജയെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചു. അദ്ദേഹം അവരുടേത് മാത്രമായിരുന്നു. ഇദ്ദേഹത്തെ കള്ളനബി എന്ന് പറയുവാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ കാലഘട്ടം
ഇതിൽ ആർക്കും തന്നെ ഒരു ആരോപണം ഉന്നയിക്കാൻ സാധ്യമല്ല. ഈ കാലഘട്ടം അങ്ങേയറ്റം സാധാരണവും സമാധാനപരവുമായിരുന്നു. ഏതുവരെ എന്നാൽ അദ്ദേഹത്തിന്റെ യുവത്വം കഴിഞ്ഞുപോയി. ഇനി തോമസ് കാർലി എർലി എഴുതുന്നു, जो ये बात मशहूर है कि मोहम्मद सल्लल्लाहु अलैहि वसल्लम एक पुरफन ഞങ്ങൾ ക്രിസ്ത്യാനികളിൽ और झूठे दावेदार ഈ കാര്യം പ്രസിദ്ധമാണ്. और इनका मजहब മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം का एक तोदा ഒരു കഴിവുള്ള പ്രകൃതിപരമായ കഴിവുള്ള വ്യക്തിയും के नजदीक गलत ഒരു കള്ള നുബുവത്വവാദം നടത്തുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ മതം ഭ്രാന്തിന്റെയും ചിന്താവികലതയുടെയും ഒരു ഭാണ്ഡമാണ്. എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ ജനങ്ങളുടെയും മുന്നിൽ തെറ്റായിട്ടാണ് കാണപ്പെടുന്നത്. अब वो इल्जाम कतन हमारी रूह स्याही ഈ കളവായ കാര്യങ്ങൾ അസൂയാലുക്കളായ ക്രിസ്ത്യാനികൾ ഈ മനുഷ്യന്, അതായത് റസൂൽ തിരുമേനിക്കെതിരിൽ ഉണ്ടാക്കിയതാണ്. 1200 बरस ഈ കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ ആത്മീയ അന്ധകാരത്തിൽ നിന്നുള്ളതാണ്. ഈ മനുഷ്യൻ, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് കൊണ്ട് പുറപ്പെടുവിച്ച കാര്യം 1200 വർഷമായി वसल्लम के कलाम 18,000 इससे बढ़कर കോടി ജനങ്ങൾക്ക് ഹിദായത്തിനുള്ള മാർഗമാണ്. ഇത് 19-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. ഈ സമയത്ത് से बदतर और नाखुदा എത്ര ജനങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ അതിൽ കൂടുതലായി ഈ കാലഘട്ടത്തിലെ ജനങ്ങളിൽ മറ്റാരുടെയെങ്കിലും വാക്കിൽ വിശ്വസിക്കുന്നില്ല. फिर എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കള്ളവാദിയാണ് ഈ മതം പ്രചരിപ്പിച്ചത് എന്ന നീചവും ദൈവ ഭയമില്ലാത്തതുമായ ചിന്താഗതിയേക്കാൾ നീചമായ മറ്റൊരു ചിന്താഗതിയില്ല. कि अगर किसी അതായത് ഈ കാര്യം അങ്ങേയറ്റം തെറ്റാണ്. 3 मयार मुकर्रर किए जाएं कि उस शख्स का ഇനി ഒരു ഫ്രഞ്ച് ഫിലോസഫർ ലാമന്റീൻ തന്റെ राय कितने ഗ്രന്ഥമായ ഹിസ്റ്ററി ഓഫ് ദ ടർക്കിയിൽ എഴുതുന്നു, निशान है, तो आज कौन ऐसा शख्स मिलेगा ഏതെങ്കിലും വ്യക്തിയുടെ കഴിവ് से मुकाबला करने की जसारत करे। പരിശോധിക്കുന്നതിനായി दुनिया की शोरा आफाक എന്ത് അളവുകോൽ നിശ്ചയിച്ചാലും चंद फौजों कवानीन और ഒന്നാമതായി അയാളുടെ ലക്ഷ്യം എത്ര മഹത്തരമാണ്, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ പക്കൽ അഭിപ്രായം എത്ര പരിമിതമാണ്, അതിന്റെ ഫലം എത്ര മഹത്തരമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടാൻ ധൈര്യമുള്ള ഏത് വ്യക്തിയാണ് ലഭിക്കുക? ലോകത്ത് പ്രശസ്തരായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവർ ഏതാനും സൈന്യങ്ങളെയും നിയമങ്ങളെയും ഭരണങ്ങളെയും പരാജയപ്പെടുത്തി. അവർ കേവലം ഭൗതിക ഭരണങ്ങളാണ് സ്ഥാപിച്ചത്. അവയിലും ചില ശക്തികൾ അവരുടെ തന്നെ കണ്ണിന് മുന്നിൽ തകർന്നു തരിപ്പണമായി. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ലോകത്തിന്റെ സൈന്യത്തെയും നിയമത്തെയും ഭരണകൂടത്തെയും വിവിധ സമുദായങ്ങളെയും തലമുറകളെയും എന്നല്ല, ലോകത്തിലെ ജനസംഖ്യയുടെ 1/3 ഒരുമിച്ചു കൂട്ടി. അതിൽ കൂടുതൽ അവരിൽ तशख्खुस से नवाज ത്യാഗത്തിന്റെയും ദൈവങ്ങളുടെയും മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ചിന്തകളുടെയും ആത്മീയതയുടെയും പരിഷ്കരണം വരുത്തി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം കേവലം ഒരു ഗന്ധം മാത്രമായിരുന്നു. അതിന്റെ ഓരോ അക്ഷരവും നിയമമായി. ആ വ്യക്തി എല്ലാ ഭാഷകൾക്കും എല്ലാ തലമുറകൾക്കും ഒരു ആത്മീയ हुकूमतों പ്രത്യേകതയാണ്. को कायम करने वाला शख्स തുടർന്നെഴുതുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തത്വജ്ഞാനിയും പ്രാസംഗികനും പ്രവാചകനും നിയമജ്ഞനും യോദ്ധാവും ചിന്തകനും വിജയം വരിക്കുന്നവനും ബുദ്ധിപരമായ അധ്യാപനങ്ങളെ പരിഷ്കരിക്കുന്നവനും അനേകം ഭൗതിക ഭരണകൂടങ്ങളും ഒരു ആത്മീയ ഭരണകൂടവും സ്ഥാപിച്ച വ്യക്തിയായിരുന്നു. മനുഷ്യ മഹത്വം അളക്കുന്നതിനുള്ള ഏത് അളവുകൾ നിശ്ചയിച്ചാലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹത്തായ ഏതെങ്കിലും മഹാൻ ജനിച്ചിട്ടുണ്ടോ? कि जिस शख्स ने इस हकीर व जलील बुत परस्ती के बदले जिसमें उसके हम वतन यानी अहले अरब मुब्तला ഇനി ജോൺ ഡാവൻപോർട്ട് എഴുതുന്നു, बरहक की परस्तिश कायम करके തന്റെ സ്വരാജ്യക്കാരായ അറബികൾ മുങ്ങിക്കുളിച്ചിരുന്ന അപമാനകരവും നിന്ദാപരവുമായിട്ടുള്ള मुस्लिम को फरेबी ठहरा ബിംബ ആരാധനകൾക്ക് പകരം യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ ആരാധന സ്ഥാപിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന വലിയ പരിഷ്കരണങ്ങൾ ചെയ്ത അദ്ദേഹം വ്യാജനബിയായിരുന്നു. ഈ ആവേശമുള്ള ഊഷ്മളനായ പരിഷ്കർത്താവിനെ കറ്റുകെട്ടി പറയുന്നവനാക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. ഈ വ്യക്തിയുടെ എല്ലാ പ്രവർത്തനവും വഞ്ചനയിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യമല്ല. തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉദ്ദേശവും വിശ്വാസവും ഇല്ലാതെ മറ്റൊരു കാരണത്താലും വെളിപാട് ഇറങ്ങി തുടങ്ങിയ കാലം മുതൽ അവസാനം വരെ അതിനായി നിലകൊള്ളുമായിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം कि ये बात यकीन എല്ലായ്പ്പോഴും ഇരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹവുമായി എല്ലായ്പ്പോഴും ബന്ധപ്പെടുന്നവർക്കും ഒരിക്കൽ പോലും പ്രകടനാത്മകതയുടെ സംശയം പോലും അദ്ദേഹത്തിൽ കാണാൻ സാധിച്ചില്ല. തുടർന്നെഴുതുന്നു, ഈ കാര്യം പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി സത്യസന്ധമായി പറയാൻ സാധിക്കും. അഥവാ പാശ്ചാത്യ രാജകുമാരന്മാർ करते जो मुसलमान മുസ്ലിം മുജാഹിദുകൾക്കും തുർക്കികൾക്കും പകരമായി ഏഷ്യൻ ഭരണാധികാരികൾ ആയിരുന്നുവെങ്കിൽ
മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളോട് ചെയ്ത മതസഹിഷ്ണുത ഒരിക്കലും തന്നെ മുസ്ലിങ്ങളോട് കാണിക്കുമായിരുന്നില്ല. ക്രിസ്ത്യാനികൾ തങ്ങളുടെ തന്നെ മതക്കാരെ അങ്ങേയറ്റം അസൂയയോടും അക്രമത്തോടും കൂടി പീഡനത്തിന് വിധേയമാക്കി. ആരുമായിട്ടാണോ അവർക്ക് മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. ഇനി ഇതേ ഡോൺ പോ എഴുതുന്നു, എല്ലാ നീതിമാന്മാരിലും വിജയികളിലും ഒരാളുടെ ജീവചരിത്രം പോലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തെക്കാൾ സമഗ്രവും സത്യസന്ധവുമായിട്ടുള്ളതായി കാണാൻ സാധ്യമല്ല. ഇനി മൈക്കിൾ എച്ച് ഹേർട്ട് തന്റെ ഗ്രന്ഥമായ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ഇൻ ഹിസ്റ്ററിയിൽ എഴുതുന്നു, ലോകത്ത് സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒന്നാം സ്ഥാനത്ത് തിരഞ്ഞെടുത്തത് ചില അനുവാചകരെ ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തിയേക്കാം. ചിലർ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചേക്കാം. എന്നാൽ ചരിത്രത്തിൽ മതപരവും ഭൗതികപരവുമായ രണ്ടു മേഖലകളിലും ഏറ്റവും വലിയ വിജയം വരിച്ച ഏക വ്യക്തി അദ്ദേഹം മാത്രമാണ്. മനുഷ്യ ചരിത്രത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരമാണ് സ്വാധീനം ചെലുത്തിയത് എന്ന കാര്യം ഉയർന്നു വരാം. മറ്റു മതങ്ങളെപ്പോലെ ഇസ്ലാമും തങ്ങളുടെ അനുയായികളിൽ ഗഹനമായ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു കാരണമാണ് ലോകത്ത് കാണപ്പെടുന്ന മഹത്തായ മതങ്ങളുടെ സ്ഥാപകർക്ക് ഈ ഗ്രന്ഥത്തിൽ പ്രധാനമായ സ്ഥാനം നൽകിയത്. എഴുതുന്നു, ഒരു ഊഹമനുസരിച്ച് ലോകത്ത് ക്രിസ്ത്യാനികളുടെ അംഗസംഖ്യ മുസ്ലിങ്ങളുടെ അംഗസംഖ്യയേക്കാൾ 2 ഇരട്ടിയാണ്. ഇത് അദ്ദേഹം എഴുതിയ അന്നത്തെ കാര്യമാണ്. ഇതനുസരിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ മുമ്പിൽ വെക്കുന്നത് ഒരു പക്ഷേ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയേക്കാം. എന്നാൽ എന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ക്രിസ്തു മതത്തിന്റെ വളർച്ചയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തിത്വത്തെക്കാൾ കൂടുതലായി ഇസ്ലാമിന്റെ വളർച്ചയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പങ്ക് എത്രയോ കൂടുതലായിരുന്നു. അഥവാ ഈസാ നബി അലൈഹി സ്വലാം തന്നെയാണ് ക്രിസ്തു മതത്തിന്റെ ആത്മീയവും ഭൗതികപരവുമായ ജീവിത മാർഗരേഖ. എന്നിരുന്നാലും എല്ലാ ക്രിസ്ത്യാനികളുടെയും ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ്, ഇദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ക്രിസ്തു മതത്തിന് വളർച്ച നൽകുന്നതിൽ സെന്റ് പോൾ ആണ് അടിസ്ഥാന കാര്യം ചെയ്തത്. ക്രിസ്തു മതത്തിന് പുതിയ രൂപം നൽകിയതും പുതിയ നിയമത്തിലെ ഒരു വലിയ ഭാഗം എഴുതിയതും സെന്റ് പോൾ ആയിരുന്നു. തുടർന്ന് എഴുതുന്നു, എന്നാൽ ഇസ്ലാം മതവും അതിൽ അടങ്ങിയിരിക്കുന്ന മതപരവും സ്വഭാവപരവുമായ തത്വങ്ങളുടെ ഉത്തരവാദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഈ പുതിയ മതത്തിന് സ്വയം രൂപം നൽകിയത്. അങ്ങനെ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വ്യാപനത്തിൽ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്തു. ഇതുകൂടാതെ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം, അതായത് ഖുർആൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ ദൃഷ്ടിയിൽ അധിഷ്ഠിതമായ ഒരു ഗ്രന്ഥമായിരുന്നു. അത് എഴുതിയതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഇദ്ദേഹം എതിരാളിയാണ്. ഇങ്ങനെ തന്നെയായിരിക്കും എഴുതുക. പറയുന്നു, അഥവാ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, അദ്ദേഹത്തിന് വെളിപാടുകളിലൂടെയാണ് ലഭിച്ചത് എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആന്റെ ഒരു വലിയ ഭാഗം മുഹമ്മദ് സല്ലല്ലാഹുവിന്റെ ജീവിതകാലത്ത് തന്നെ എഴുതി സുരക്ഷിതമാക്കി വെച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിന് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു സമാഹാരം ഗ്രന്ഥരൂപത്തിൽ സുരക്ഷിതമാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ ഖുർആൻ റസൂൽ തിരുമേനിയുടെ അധ്യാപനങ്ങളുടെയും ചിന്താഗതികളുടെയും യഥാർത്ഥത്തിലുള്ള പ്രതിബിംബം കാണിക്കുന്നു. ഒരു ഉയർന്ന ചിന്താഗതി അനുസരിച്ച് ഇത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്. എന്നാൽ അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങളുടെ ഈ വിധത്തിലുള്ള യാതൊരുവിധ സമാഹാരവുമില്ല. മുസ്ലിങ്ങളുടെ പക്കൽ വിശുദ്ധ ഖുർആന്റെ പ്രാധാന്യവും ക്രിസ്ത്യാനികൾക്ക് ബൈബിളിനുള്ളതുപോലെയാണ്. വിശുദ്ധ ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ പരിപൂർണമായ സ്വാധീനം ചെലുത്തി. ഈസാ നബി ഇസ്ലാമും സെന്റ് പോളും ഒരുമിച്ച് നിന്നുകൊണ്ട് ക്രിസ്തു മതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാധ്യമാക്കിയ ഇസ്ലാമിൽ കൂടുതലായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായും മതപരമായ ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുകയാണെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ചരിത്രത്തിൽ ഈസാ നബി അലൈഹി സ്വലാം ചെലുത്തിയ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്നും കാണാൻ സാധിക്കുന്നതാണ്. ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഏതായിരുന്നാലും റസൂൽ തിരുമേനിയുടെ സ്ഥാനം ഒന്നാമതാണ് എന്ന് ഇദ്ദേഹം അംഗീകരിക്കുന്നു. അദ്ദേഹം തുടർന്ന് എഴുതുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മതനേതാവായിരുന്നു എന്നതുപോലെ തന്നെ ഭൗതിക ഭരണകൂടത്തെ നേതാവുമായിരുന്നു. എന്നാൽ അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനം ലഭിച്ചില്ല. എല്ലാ കാര്യങ്ങളിലും ആ മഹാത്മാവിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ പ്രകാശിതവും തിളക്കമുള്ളതുമാക്കി മാറ്റുന്നു.
जब आपने अपने मिशन ഇനി का आगाज किया तो കാനൻ ആംസ്ട്രോങ് എഴുതുന്നു, आपको ബയോഗ്രഫി ഓഫ് പ്രോഫറ്റ് എന്ന ഗ്രന്ഥത്തിൽ मौका फराहम करता। പറയുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അടിസ്ഥാനപരമായ वो लोग ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആത്മീയതയുടെ സംസ്ഥാപനത്തിനായി പ്രവർത്തന തലത്തിൽ ശൂന്യതയിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു. അദ്ദേഹം തന്റെ മിഷൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് തന്റെ മിഷനിൽ പ്രവർത്തിക്കാൻ ആരെയെങ്കിലും അവസരം നൽകും എന്നത് അസാധ്യമായിരുന്നു. खुशकिस्मत അറേബ്യൻ സമുദായം തൗഹീദിന് തികച്ചും തയ്യാറായിരുന്നില്ല. അവർ ഈ ഉന്നതമായ നിലവാരത്തിലുള്ള ചിന്താഗതി, അതായത് തൗഹീദിന് യോഗ്യരായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ തീവ്രവാദവും ഭയാനകവുമായ സമൂഹത്തിൽ ഈ ചിന്താഗതിയെ പരിചയപ്പെടുത്തുക എന്നത് തന്നെ വളരെയധികം അപകടകരമായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തെ शाम तक मोहम्मद ഈ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായും അത് വലിയ ഭാഗ്യമായിരുന്നു. യഥാർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ എല്ലായ്പ്പോഴും അപകടത്താൽ വലയിതമായിരുന്നു. അദ്ദേഹത്തിന്റെ രക്ഷപ്പെടൽ ഒരു അത്ഭുത ദൃഷ്ടാന്തമായിരുന്നു. എന്നാൽ മുഹമ്മദ് തന്നെ വിജയിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിന്റെ അവസാനം വരേക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗോത്രപരമായ മർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും അടിവേര് പിഴുതെടുത്തു. അറേബ്യൻ സമൂഹത്തിന് മതമില്ലായ്മ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അറേബ്യൻ സമുദായം ചരിത്രത്തിന്റെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുന്നു. കാനൻ ആംസ്ട്രോങ് തന്നെ തുടർന്നെഴുതുന്നു, यूरोप दूसरों के नजरियात को ക്രിസ്തുമതത്തെക്കുറിച്ച് जुनूनी हो പടിഞ്ഞാറിനെ കുറിച്ചുമാണ് എഴുതുന്നത്. അവസാനം ഈ പടിഞ്ഞാറ് തന്നെയായിരുന്നു മതപരമായ की मिसाल नहीं मिलती। സംവാദങ്ങൾക്ക് खिलाफ राय का വിലക്കുകൾ ഏർപ്പെടുത്തിയത്. കുരിശുയുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ യൂറോപ്പ് മറ്റുള്ളവരുടെ ചിന്താഗതി അടിച്ചമർത്തുന്നതിനുള്ള ആഗ്രഹത്തിൽ ഭ്രാന്തിലായിരുന്നു. ഏതുമാത്രം उन पेचीदा ആവേശത്തോടുകൂടിയാണോ ഇവർ തങ്ങളുടെ ശത്രുക്കൾക്ക് ശിക്ഷ നൽകിയത്, മനുഷ്യ ചരിത്രത്തിൽ ഇതിന് തെളിവില്ല. അഭിപ്രായ ഭിന്നത കാണിച്ചവരോടുള്ള അക്രമം, പ്രൊട്ടസ്റ്റന്റുകളോട് കത്തോലിക്കർക്കുള്ള അക്രമത്തിന്റെയും അതുപോലെ തന്നെ കത്തോലിക്കരോട് പ്രൊട്ടസ്റ്റന്റുകൾക്കുള്ള അക്രമത്തിന്റെയും അടിസ്ഥാനം യഹൂദ മതവും ഇസ്ലാമും വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ ആവശ്യമെങ്കിൽ ചെയ്യാൻ അനുവാദം നൽകിയ സങ്കീർണമായ മതപ്രശ്നങ്ങളുടെ പേരിലായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഏകദൈവ വിശ്വാസത്തിന് യഹൂദികളുമായും ഇസ്ലാമുമായും യാതൊരു ബന്ധവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യചിന്തകൾ അസ്വീകാര്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നല്ല, ഒരാളെ ബഹുദൈവ വിശ്വാസിയാക്കി തീർക്കുന്നു. क्या तालीम दी और किस तरह ഇനി अपनी जिंदगी गुजारी। ആനി ബെസന്റ് എന്ന ഗ്രന്ഥമായ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് മുഹമ്മദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, അറേബ്യയിലെ മഹാനായ നബിയുടെ ജീവിതവും വ്യക്തിത്വവും പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നബി എന്ത് അധ്യാപനമാണ് നൽകിയത് എന്നും എങ്ങനെയാണ് അദ്ദേഹം തന്റെ ജീവിതം ചിലവഴിച്ചത് എന്നും അറിയുന്നവരാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ ഈ മഹാനായ പ്രവാചകനെ ബഹുമാനിക്കാതിരിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് തന്നെ ഇതിനു മുമ്പും അറിയാമായിരിക്കും. എന്നാൽ ഞാൻ ഈ കാര്യങ്ങളിൽ വായിക്കുമ്പോഴെല്ലാം ഈ അറബി ഉസ്താദിന്റെ ബഹുമാനത്തിനായി ഒരു പുതിയ ആവേശം ജനിക്കുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഒരു പുതിയ ദൃശ്യം കാണാൻ സാധിക്കുന്നു. वो अगर लड़े റൂത്ത് बका को ക്രാൻസ്റ്റൺ വേൾഡ് ഫെയ്ത്ത് എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും യുദ്ധത്തിനോ രക്തച്ചൊരിച്ചിലിനോ തുടക്കം കുറിച്ചിട്ടില്ല. कही जा सकती അദ്ദേഹം ചെയ്ത ഓരോ യുദ്ധവും പ്രതിരോധമായിരുന്നു. അദ്ദേഹം പോരാടിയിട്ടുണ്ടെങ്കിൽ അത് തന്റെ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു. कहती है അതും ആ കാലഘട്ടത്തിൽ പ്രചരിതമായിരുന്ന ആയുധങ്ങൾ കൊണ്ടാണ് ചെയ്തത്. ഈ കാര്യം തീർച്ചയായും പറയാൻ സാധിക്കും. कर दिया हो कोई एक 14 കോടി ക്രിസ്ത്യാനികൾ पर शक की ഈ ഒരു സമയത്ത് 1,20,000 മനുഷ്യരെ ഒരു ബോംബ് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഒരു സമുദായം അത്തരത്തിലുള്ള ഒരു നേതാവിൽ സംശയത്തിന്റെ ദൃഷ്ടി പോലും പതിപ്പിക്കാൻ സാധ്യമല്ല. ആരാണോ തന്റെ മുഴുവൻ കഴിവുകളും ഏറ്റവും മോശമായ അവസ്ഥയിൽ പോലും കേവലം 500-600 വ്യക്തികളെ, ഇത് 1949 പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമുണ്ട്. അറേബ്യയിലെ നബിയുടെ കൈകൊണ്ട് 7-ാം നൂറ്റാണ്ടിലെ അന്ധകാര കാലഘട്ടത്തിൽ ജനങ്ങൾ പരസ്പരം രക്തം വളച്ചൊടിക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥകളെ रिकॉर्ड किया। ഇന്നത്തെ 20-ാം നൂറ്റാണ്ടിൽ दिनों की कटी फटी लाशों പ്രകാശിത കാലവുമായി താരതമ്യം ചെയ്യുന്നത് ഒരു വിഡിത്തമല്ലാതെ മറ്റൊന്നുമല്ല. വധവും ഇൻക്വിസിഷനും കുരിശുയുദ്ധങ്ങളും ഉണ്ടായപ്പോൾ ക്രിസ്തീയ യോദ്ധാക്കൾ മതവിശ്വാസികളല്ലാത്തവരുടെ മുറിഞ്ഞ ശരീരങ്ങൾക്കും ഞെരിയാണി വരെയുള്ള രക്തത്തിനും കറങ്ങി നടക്കുകയായിരുന്നു എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. आमतौर पर कोई बात सुनने में नहीं आई आती कि ईसाई पादरी मोहम्मद सल्लल्लाहु अलैहि वसल्लम के मजहब को उसके तासुब और गैर रवादारी ഗോസ്റ്റ് ഗ്രോഫിൻ തന്നെ എഴുതുന്നു,
പൊതുവിൽ ഇതിൽ കൂടുതലായി മറ്റൊരു കാര്യവും കേൾക്കാൻ സാധിച്ചിട്ടില്ല. ക്രിസ്തീയ പാതിരിമാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ അവരുടെ അസൂയ കൊണ്ടും സഹിഷ്ണുതയില്ലായ്മ കൊണ്ടും ചീത്ത വിളിക്കുന്നു. ഇത് അത്ഭുതകരമായ യാഥാർത്ഥ്യവും കാപട്യവുമാണ്. കാരണം സ്പെയിനിൽ നിന്ന് ക്രിസ്ത്യാനികളായിരുന്ന ഈ വ്യക്തികളെ, ഈ മുസ്ലിങ്ങളെ ആരാണ് ഓടിച്ചത്? കാരണം അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളായിരുന്നില്ല. ആരാണ് മെക്സിക്കോയിലും പെറുവിലും ലക്ഷക്കണക്കിന് പേരെ വാളിനിരയാക്കുകയും അടിമയാക്കി വെക്കുകയും ചെയ്തത്? കാരണം അവർ ക്രിസ്ത്യാനികളായിരുന്നില്ല. എത്രമാത്രം വൈരുദ്ധ്യവും ഉന്നതവുമായ മാതൃകയാണ് മുസ്ലിങ്ങൾ ഗ്രീസിൽ കാഴ്ചവെച്ചത്. നൂറ്റാണ്ടുകളോളം ക്രിസ്ത്യാനികൾക്കും അവരുടെ പാതിരിമാർക്കും ലോർഡ് പാതിരിമാർക്കും നേതാക്കന്മാർക്കും അവരുടെ ചർച്ചുകൾക്കും അവരുടെ സമ്പത്തിനും സുരക്ഷിതവും സമാധാനവും ഒരുക്കി. ഇദ്ദേഹം ഈ വിധത്തിലുള്ള ഒരു താരതമ്യമാണ് ഇസ്ലാമും ക്രിസ്ത്യാനികളുമായി നടത്തുന്നത്. പിന്നീട് ഇദ്ദേഹം തന്നെ തുടർന്നെഴുതുന്നു, ഗോഡ്ഫ്രേ തന്നെ തുടർന്നെഴുതുന്നു, ഇസ്ലാമിക ഖലീഫമാരുടെ മുഴുവൻ ചരിത്രത്തിലും ഇൻക്വസിഷൻ പോലുള്ള അപമാനകരമായ കാര്യത്തിന്റെ പകുതിയിൽ കുറവ് അപമാനമുള്ള ഒരു കാര്യം പോലും കാണാൻ സാധ്യമല്ല. മതപരമായ അഭിപ്രായ ഭിന്നത കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയെ പോലും ചുട്ടരിച്ചതായോ അല്ലെങ്കിൽ എന്തുകൊണ്ടൊരാൾ ഇസ്ലാം മതം സ്വീകരിച്ചില്ല എന്ന കാരണം കൊണ്ട് വധിച്ചതായോ കാണാൻ സാധ്യമല്ല. ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് നൽകിയ അധ്യാപനങ്ങളുടെ സ്വാധീനമായിരുന്നു. ഹിസ്റ്ററി ഓഫ് ദ സർസാൻ എംപയേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ എഡ്വേർഡ് ഗിബൺ എഴുതുന്നു, ആ മഹാത്മാവിന്റെ തബ്ലീഗല്ല, മറിച്ച് അതിന്റെ ദീർഘമായ നിലനിൽപ്പാണ് തങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഹദ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന പൂർണ്ണമായ ആധിപത്യം അത് 12-ാം നൂറ്റാണ്ടിലെ വിപ്ലവാനന്തരത്തിന് ശേഷവും ഇന്ത്യക്കാരും തുർക്കികളും ആഫ്രിക്കകളുമായിട്ടുള്ള ഖുർആന്റെ പൊതുവിശ്വാസികൾ ഇതുവരെയും നിലനിർത്തിയിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ തങ്ങളുടെ മതത്തെയും വിശ്വാസത്തെയും ഒരു മനുഷ്യന്റെ മരണവുമായുള്ള പരീക്ഷണവുമായി ബന്ധിപ്പിക്കുന്നതിൽ അടിയുറച്ചു നിന്നു. ഇസ്ലാമിന്റെ സാധാരണവും മാറ്റവുമില്ലാത്ത പ്രതിജ്ഞ ഇതാണ്: ഞാൻ ഏകനായ ദൈവത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിലും വിശ്വസിക്കുന്നു. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഈ ചിന്താഗതി വികലമാക്കപ്പെട്ട് മുസ്ലിങ്ങളിൽ ഒരു കാണാൻ കഴിയുന്ന പ്രതിമയായിട്ടില്ല. അതായത് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിത്രം മുസ്ലിങ്ങളിൽ ഈ വിധത്തിലായി മാറിയിരുന്നു. ഇസ്ലാമിന്റെ പ്രവാചകന്റെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന്റെ ഗുണങ്ങളുടെ നിലവാരത്തിന്റെ പരിധികളെ ലംഘിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അനുയായികളെ നന്ദിയോടും ഔദാര്യത്തോടും പ്രതിപത്തിയോടും ബുദ്ധിയുടെയും മതത്തിന്റെയും അകത്താണ് വെച്ചിട്ടുള്ളത്. ഇതായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ ഇതിനെതിരിൽ സൃഷ്ടിയെ ദൈവമാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹു ഈ മഹാനായ വ്യക്തിയുടെ സ്ഥാനം മനസ്സിലാക്കി ഇദ്ദേഹവുമായി ബന്ധപ്പെടാതിരിക്കുന്നതിനും പരിഹസിക്കുന്നതിനും പകരം അദ്ദേഹത്തിന്റെ കോന്തലയിൽ അഭയം തേടുന്നവരായി ലോകത്തെ തീർക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നതിനു വേണ്ടി ലോകത്തിന്റെ മോക്ഷദാതാവ് കേവലം ആ മഹാത്മാവ് മാത്രമാണ്. എല്ലാ യാഥാർത്ഥ്യവും ഇഷ്ടപ്പെടുന്നവരും നീതിവാന്മാരും സത്യസന്ധനരായ അമുസ്ലിങ്ങളുടെയും വിവരണം ഞാൻ ഒരുപാട് ഉദ്ധരണികളിൽ വായിച്ചു കേൾപ്പിച്ചതുപോലെ ഇതുകൂടാതെ അനേകം ഉദ്ധരണികളുണ്ട്. മുൻകാല പ്രവാചകന്മാരുടെ സത്യതയും ആ മഹാത്മാവിന്റെ അനുധാവനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിലൂടെയാണ് തെളിയുന്നത്. ഇതാണ് എല്ലാ അഹമ്മദികളും ലോകത്ത് പ്രചരിപ്പിക്കേണ്ട ഖത്മുൻ നുബുവത്തിന്റെ സ്ഥാനം. ഇതിനായി ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുകൂടി ഞാൻ പറയാം. ഇന്നലെ മുതൽ റബുയിൽ ഖത്മുൻ നുബുവത്ത് കോൺഫറൻസ് നടക്കുകയാണ്. ഒരുപക്ഷെ അത് ഇന്ന് അവസാനിച്ചിരിക്കും. അതിൽ രാഷ്ട്രീയ കാര്യങ്ങളും സ്വഭാവരഹിതങ്ങളായ പ്രസംഗങ്ങളും അഹമ്മദികളെ ചീത്ത വിളിക്കുകയും മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ അധിക്ഷേപങ്ങൾ ഉന്നയിക്കുകയും എന്നതിലും കൂടുതലായി മറ്റൊന്നും തന്നെ ഉണ്ടാകാറില്ല. ഇതെല്ലാം തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെയും ഖത്മുൻ നുബുവത്തിന്റെയും പേരിലാണ് നടക്കുന്നത്. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകട്ടെ. ഞങ്ങൾ ഖത്മുൻ നുബുവത്തിന്റെ സ്ഥാനം ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ധരിക്കുന്നു. ഏതായാലും ഇത് അവരുടെ പ്രവർത്തനമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഖത്മുൻ നുബുവത്തിന്റെ യാഥാർത്ഥ്യം ലോകത്തിന് പറഞ്ഞു കൊടുക്കുക എന്നത് അഹമ്മദികളുടെ ജോലിയാണ്. ഇത് നാം ആ മഹാത്മാവിന്റെ സന്ദേശം ലോകത്ത് എത്തിക്കുന്നതിലൂടെ
के खुतबे में നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. मैंने वकला को भी के बारे में भी जिक्र किया था कि दुनिया के मुसलमान, രണ്ടാഴ്ച മുമ്പുള്ള ഖുത്ബയിൽ, लेकिन സെപ്റ്റംബർ 21 നടത്തിയ ഖുത്ബയിൽ मुसलमान तो पर्दा नहीं ഞാൻ करते हैं कि नहीं, വക്കീലന്മാരെ കുറിച്ചും പറഞ്ഞിരുന്നു. इस बारे में ലോകത്തിലെ മുസ്ലിം വക്കീലന്മാർ ഒരുമിക്കണം. എന്നാൽ മുസ്ലിം വക്കീലന്മാർ कि ഒരുമിച്ചോ ഇല്ലയോ എന്നറിയില്ല. നമ്മുടെ അഹമ്മദി വക്കീലന്മാർ ഇതിനെക്കുറിച്ച് आजादी राय അല്പം हदूद के बारे में ജോലി ചെയ്തിട്ടുണ്ട്. മതപരമായ വികാരത്തെ മാനിക്കുകയും उनको महदूद किया जा सकता है. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ तो പരിധികളെക്കുറിച്ച് എന്തു ചെയ്യാൻ സാധിക്കും, बातें ഏതുവരെ ഇവരെ हैं പരിധിയിൽപ്പെടുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഏതായിരുന്നാലും जो फैसले हैं इस बारे में കുറച്ചു കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, उनके कानून കുറച്ച് പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലുള്ള കോടതികളുടെ उसको भी सामने रखकर कुछ सवाल उठाए हैं. वो यहाँ भी भिजवाए थे जो मैंने मुख्तलिफ मुल्कों में ഇതുമായി ബന്ധപ്പെട്ട വിധികളും वकला को അവരുടെ നിയമങ്ങളും അതേപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ട്. उन्होंने बताया कि वहाँ मुसलमान वकला के साथ बैठे അതിവിടെയും വന്നിരുന്നു. ഞാൻ അത് വിവിധ രാജ്യങ്ങളിലെ അഹമ്മദി വക്കീലന്മാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിലെ അഹമ്മദി വക്കീലന്മാർ कर सकता है मुलज़िम അവർ മുമ്പ് ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. അവർ പറയുകയുണ്ടായി, सवाल को അവർ മറ്റു മുസ്ലിം വക്കീൽമാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. मैंने भिजवाया है എല്ലാ വക്കീലന്മാരും പാകിസ്ഥാനിൽ അവരോട് പറഞ്ഞു, कि इस पर गौर करें और बताएं कि അഥവാ हो सकता है സംഘടിതമായ നിലയിൽ ഈ ജോലി ചെയ്യാൻ സാധിക്കും എങ്കിൽ അത് അഹമ്മദിയ ജമാഅത്തിനെ राय बने സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ ചോദ്യം ലോകത്തിന് ഉയർത്തുക. ഏതായിരുന്നാലും ഞാൻ ഇത് ലോകത്തിലെ മറ്റ് അഹമ്മദി വക്കീൽമാർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇതിൽ എന്തെല്ലാം നടപ്പിൽ വരുത്താം എന്നതിനെക്കുറിച്ചും ഇവർ ഇതിനെക്കുറിച്ച് എത്ര പെട്ടെന്ന് ചിന്തിക്കേണ്ടതാണ്. ഏതൊരു അഭിപ്രായമാണോ वकला को तो രൂപീകൃതമായത് അത് എനിക്ക് അയച്ചു തരിക. ലോകത്തിലെ വിവിധ മാർഗങ്ങളിൽ വന്ന दानों को जो मुख्तलिफ ममालिक में हैं വക്കീൽമാരുടെ അഭിപ്രായം എക്സ്ചേഞ്ച് ചെയ്തതിനു ശേഷം ഉണ്ടാകുന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും പ്രവർത്തനപരമായ നടപടികൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും. ഈ ജോലി പെട്ടെന്ന് ചെയ്യാൻ അള്ളാഹു എല്ലാ അഹമ്മദികൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള അഹമ്മദി രാഷ്ട്രീയക്കാർ दुनिया को पहले से അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായി അടുത്ത ബന്ധമുള്ള അവരും ഈ നല്ല നിലയിൽ ഏതെങ്കിലും दुआ की तारीख में പ്ലാറ്റ്ഫോമിൽ വെക്കേണ്ടതാണ്. भी रहता हूँ അല്ല എങ്കിൽ ലോകത്ത് മുമ്പത്തേക്കാൾ ഉപരി സമാധാനം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ദുആയും ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയും कि गलत लीडर പ്രത്യേകിച്ച് ദുആ ചെയ്യുക. बनकर മുസ്ലിം दूसरे की गर्दनें न मारें. നേതാക്കന്മാർക്ക് അള്ളാഹു ബുദ്ധി നൽകട്ടെ. അവർ അവരുടെ പൗരന്മാരുടെ രക്തം കൊണ്ട് കളിക്കുന്നവരായി തീരാതിരിക്കട്ടെ. പൗരന്മാർക്കും ബുദ്ധി നൽകട്ടെ. തെറ്റായ നേതാക്കന്മാരുടെ ആയുധമായിക്കൊണ്ട് പരസ്പരം കഴുത്തറുക്കുന്നവരായി തീരാതിരിക്കട്ടെ. മുസ്ലിം ഭരണകൂടത്തിന് ബുദ്ധി നൽകട്ടെ. അവർ അന്യരുടെ ആയുധങ്ങളോ ആയിക്കൊണ്ട് പരസ്പരം ആക്രമിക്കുന്നവരായി തീരാതിരിക്കട്ടെ. ഇന്ന് വീണ്ടും തുർക്കിയും സിറിയയും ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യിപ്പിച്ച് എല്ലാവിധത്തിലുള്ള പ്രയോജനവും എടുക്കുക എന്നതാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ശക്തികളുടെ ജോലി. അവർ अल्लाह ताला मुस्लिम उम्मा को अपनी हिफाजत ഇതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. इस हकीकत को ഇതാണ് അവരുടെ ആദ്യത്തെ അജണ്ട. ഈ കാര്യം മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നില്ല. वारियों को അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. ഇവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി നൽകുമാറാകട്ടെ. തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരായി തീരട്ടെ. इनमें से पहला जनाजा तो मुकर्रम ख्वाजा ज़हूर अहमद साहिब इब्न ख्वाजा मंजूर अहमद ജുമ നമസ്കാരത്തിന് ശേഷം ഏതാനും ജനാസ ഗായിബ് നമസ്കരിക്കുന്നതായിരിക്കും. അതിൽ ആദ്യത്തെ ജനാസ ബഹുമാനപ്പെട്ട ഖാജ के रहने वाले थे. സഹൂർ അഹമ്മദ് സാഹിബ് तीन साहब के परदादा के ഇബ്നു ഖാജ മൻസൂർ അഹമ്മദ് സാഹിബ് സർഗോദയുടേതാണ്. आई खानदान में ഇദ്ദേഹം കോട്ട്മന്ദിൽ ആണ് താമസിച്ചിരുന്നത്. शहीद कर दिया. ഹാജി മീർദർദ് സാഹിബിന്റെ പ്രപിതാമഹന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് എത്തി. അദ്ദേഹത്തെ ഇന്നലെ രാത്രി ഷഹീദാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. खानदान तजारत से मुंसलिक रहा. पहले कोट मोहन में भी रहे थे काफी लंबा अरसा. फिर ये सगोदा मुंतकिल हो गए. ഷഹീദ് മർഹൂമിന്റെ കുടുംബം കച്ചവടവുമായി ബന്ധപ്പെട്ടവരാണ്. ഒരു ദീർഘകാലഘട്ടം കോട്ട്മൂണിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ഇവർ मैंने कहा इनको സർഗോദയിലേക്ക് മാറി താമസിച്ചു. ये अपने घर से കച്ചവടക്കാരായിരുന്നു. बाहर किसी काम से निकले ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി तो वहाँ ഇദ്ദേഹത്തെ ഷഹീദാക്കി. अफराद थे
पहले बाहर गली में 9:15 അദ്ദേഹം തന്റെ വീട്ടിൽ നിന്നും ഏതോ ജോലിക്കായി പുറത്തിറങ്ങിയതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അജ്ഞാതരായ 2 और हमलावर മോട്ടോർ സൈക്കിൾ യാത്രക്കാർ പിസ്റ്റൾ കൊണ്ട് फोन किया, ഇദ്ദേഹത്തിനെതിരെ വെടിവെച്ചു. ഇത് അദ്ദേഹത്തിന്റെ बात हो गई। വലത് ചെവിയിലൂടെ കഴുത്തിൽ പ്രവേശിച്ചു. ഏതോ ഒരു വഴിപോക്കൻ കണ്ടപ്പോൾ ഫോൺ ചെയ്തു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അദ്ദേഹം വഫാത്തായി. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമിന് ദീർഘമായ മതപരമായ എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു. അദ്ദേഹം വാടകയ്ക്ക് കടയെടുത്തിരുന്നു. ഏപ്രിൽ ഇദ്ദേഹത്തിന് फिर मुख्तलिफ तरीकों से इनको तंग किया जाता रहा। ചുറ്റുമുള്ള എതിരാളികളായ കച്ചവടക്കാർ ഉടമസ്ഥനോട് പറഞ്ഞു ഇയാളുടെ കട ഒഴിപ്പിച്ചാലും. എന്നാൽ ഉടമസ്ഥൻ നിഷേധിച്ചു. പിന്നീട് വിവിധ മാർഗങ്ങളിലൂടെ ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. लेकिन ये भी इस्तिकामत ഇദ്ദേഹത്തിന്റെ डटे रहे। കടയുടെ പൂട്ടിൽ മണ്ണിടുകയും സീൽ ചെയ്യുകയും ജാഥ നടത്തുകയും ചെയ്യുമായിരുന്നു. അടിച്ചു തകർത്തു കളയുമായിരുന്നു. ഏതായിരുന്നാലും ബുദ്ധിമുട്ടിക്കുന്നതിനായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യുമായിരുന്നു. എന്നാൽ ഇദ്ദേഹം സ്ഥിരതയോടുകൂടി നിലനിൽക്കുകയും തന്നെ കച്ചവടം കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. സാധാരണത്വം വളരെ അധികമുള്ള വ്യക്തിയായിരുന്നു. സാമ്പത്തികം അധികം ഉണ്ടായിട്ടും ജോലി ചെയ്തിരുന്നത് സൈക്കിളിലാണ് ഉപയോഗിച്ചിരുന്നത്. के अलावे എല്ലാ ജമാഅത്തി പദ്ധതികളും ആവശ്യത്തോട് പങ്കെടുക്കുമായിരുന്നു. വളരെ നല്ല മനുഷ്യനായിരുന്നു. അല്ലാഹു സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടാതെ 2 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ട്. सब्र और हौसला अता फरमाए। അല്ലാഹു എല്ലാവർക്കും സഹനവും ധൈര്യവും നൽകുമാറാകട്ടെ. साहिबजादी अमतुस्समी साहिबा जो डॉक्टर मीर मोहम्मद इस्माइल രണ്ടാമത്തെ ജനാസ ബഹുമാനപ്പെട്ട और मुकरम साहिबजादा मिर्जा रफी अहमद साहिब की बेगम, ये അമത്തുസ്സമി സ്വാമിയുടേതാണ്. सुबह 10 बजे रबा में അദ്ദേഹം ഹദ്റത്ത് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മകളാണ്. आप 1937 ഇവർ पैदा हुई। സാഹിബ്സാദ മിർസ റഫി അഹമ്മദ് സാഹിബിന്റെ ഭാര്യയായിരുന്നു. ഇവർ ഒക്ടോബർ 3 രാവിലെ റബോയിൽ നിര്യാതയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ 1937 ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം കാദിയാനിലാണ് നേടിയത്. പിന്നീട് പാകിസ്ഥാനിൽ വന്ന് മെട്രിക് ചെയ്തു. 1952 में आपका निकाह मुस्लिम मऊद ने ഞാൻ വിചാരിക്കുന്നത് मुकरम मिर्जा रफी പാകിസ്ഥാനിൽ വന്ന് തന്നെയാണ് മെട്രിക് ചെയ്തതെന്നാണ്. വിഭജനത്തിന് ശേഷം और 1952 ഇവരുടെ നിക്കാഹ് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകൻ മിർസ റഫി അഹമ്മദ് സാഹിബുമായി നടത്തി. कहते हैं कि रुखसाने के बारे में भी आजकल तो बड़ा 1953 भी होता है और उसमें रिवाज बहुत ज्यादा कि इनकी ഡിസംബറിൽ കല്യാണം നടന്നു. अपने बेटे को ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്നു ये जी हाल ഇന്ന് കല്യാണത്തിനെല്ലാം തന്നെ വളരെയധികം 26 ശബ്ദവും 28 दिसंबर को शादी हुई। जैसे ഒച്ചപ്പാടും ഉണ്ടാകും. ആചാരങ്ങൾ ഒരുപാടുണ്ട്. कहती मेरी ड्यूटी लगी हुई थी, ഇവർ പറയുന്നു शादी का नहीं था, ഇവരുടെ മകൻ പറയുകയുണ്ടായി फिर आई എന്റെ വിവാഹം വിചിത്രമായ അവസ്ഥയിലാണ് ഉണ്ടായത്. सुबह तुम्हारी शादी है। ജൽസ സാലാനയുടെ ദിവസമായിരുന്നു. सूद मेरे हाथ काले थे क्योंकि देखें धोखे 28 ഡിസംബറിനാണ് കല്യാണം നടന്നത്. ജലസയുടെ അവസാനത്തെ ദിവസം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. വിവാഹത്തിന്റെ ഒരു പരിപാടിയുമില്ലായിരുന്നു. ഡ്യൂട്ടി ചെയ്തു വന്നപ്പോൾ ഇവരുടെ മാതാവ് പറഞ്ഞു രാവിലെ നിന്റെ കല്യാണമാണ്. പറയുന്നു ആ സമയത്ത് വലിയ പാത്രങ്ങൾ കഴുകിയതുകൊണ്ട് എന്റെ കൈ കറുത്തു കിടക്കുകയായിരുന്നു. ജലസയുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ എന്റെ കൈ കഴുകി അതിന്റെ കറുപ്പു നിറം കളഞ്ഞു. അടുത്ത ദിവസം മൈലാഞ്ചി ഒന്നും തന്നെ ഇല്ലാതെ വിവാഹം നടന്നു. 1991 ലണ്ടനിൽ വെച്ച് ഇവരുടെ ബൈപ്പാസ് ഓപ്പറേഷൻ നടന്നിരുന്നു. വലിയ ക്ഷമാശീലമുള്ള ആളായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഇവരുടെ ക്ഷമാശീലം കണ്ട് പറഞ്ഞു ഞാൻ എന്റെ ബെസ്റ്റ് പേഷ്യന്റിനെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇത്രയധികം ക്ഷമ ഞാൻ മുമ്പ് ഒരാളിലും കണ്ടിട്ടില്ല. ഞാൻ താങ്കൾക്ക് അവാർഡ് നൽകാം. ഇതിനു മുമ്പ് അവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. എല്ലാ രോഗവും തന്നെ വലിയ ക്ഷമയോടുകൂടി ധൈര്യത്തോടും കൂടി ചിലവഴിച്ചു. ജൽസ സാലാനയിൽ അതിഥികളെ പ്രത്യേകം സേവിച്ചിരുന്നു. ഇവരുടെ വീട് അതിഥികളെ കൊണ്ട് നിറയുമായിരുന്നു. സ്ഥിരമായി ജലസയുടെ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. അതിഥികൾ ഉണ്ടായിട്ടും വളരെ നല്ല നിലയിൽ അവരോട് പെരുമാറുമായിരുന്നു. ജോലിക്കാരോട് വളരെ കാരുണ്യത്തോടുകൂടി പെരുമാറുമായിരുന്നു. ഒരിക്കലും ഒരാളെയും ശകാരിച്ചിട്ടില്ല. ഇവരുടെ കുട്ടി പറയുന്നു ദാനധർമ്മത്തിലും ഞങ്ങൾ പോലും അറിയാതെയാണ് നടത്തിയിരുന്നത്. ചെറിയ
സൈസുള്ള ഒരു ഖുർആൻ എപ്പോഴും ഉണ്ടായിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അത് ഓതുമായിരുന്നു. പറയുന്നു, 45 വർഷമായി ഞങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ അവരുടെ പക്കൽ കാണുന്നു. ഖിലാഫത്തുമായി വളരെ ആത്മാർത്ഥമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഈ ഉപദേശമാണ് നൽകിയിരുന്നത്. നന്മയും അനുഗ്രഹവും ഇതിലാണ് നിലകൊള്ളുന്നത്. ഇതിനെ നിലനിർത്തണം. അള്ളാഹു സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കൾക്കും ഇവരുടെ നന്മ തുടർന്നു കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ചൗധരി ഖാലിദ് അഹമ്മദ് സാഹിബിന്റേതാണ്. ഇദ്ദേഹം ചൗധരി മുഹമ്മദ് ഷെരീഫ് സാഹിബ് സാഹിവാലിന്റെ മകനാണ്. സെപ്റ്റംബർ 21 ജർമ്മനിയിലുണ്ടായ ഒരു അപകടത്തിൽ കുറച്ചു ദിവസം കോമയിൽ ആയതിനു ശേഷം ഒക്ടോബർ 1 79 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒക്ടോബർ 13 1933 തൽവണ്ടി ഇലാഖാൻ സിയാൽകോട്ട് ജില്ലയിലെ ഖാൻപൂർ താലൂക്കിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ചൗധരി മുഹമ്മദ് ഷെരീഫ് സാഹിബ് ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും 49 വർഷം അഹമ്മദിയ ജമാഅത്ത് സാഹിവാലിന്റെ അമീറായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ നവാബ് മുഹമ്മദ്ദീൻ സാഹിബായിരുന്നു. ഇദ്ദേഹം റബോയുടെ ഭൂമി ലഭിക്കുന്നതിനായി ഒരുപാട് സേവനങ്ങൾ ചെയ്തു. ഇദ്ദേഹം ചൗധരി ഷാനവാസ് സാഹിബിന്റെ മരുമകനായിരുന്നു. ഇവിടെ UK-യിലും ഷാനവാസ് സാഹിബിനെ ഒരുപാട് പേർ അറിയും. ഇപ്പോൾ ഡിഫൻ കറാച്ചി ഹൽക്കയുടെ നായിബ് സദറായിരുന്നു. 10 വർഷമായി നായിബ് സദർ ആണ്. റബോയിലെ മർക്കസി കസാ ബോർഡിന്റെ മെമ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്ലെ ഉമർ ഫൗണ്ടേഷന്റെ ഡയറക്ടറുമായിരുന്നു. ഞാനും അദ്ദേഹത്തോടൊപ്പം കസയിൽ ജോലി ചെയ്തിട്ടുണ്ട്. കാസിയായി കുറച്ചു കാലം അദ്ദേഹം എന്നോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല അഭിപ്രായം നൽകുന്ന വ്യക്തിയായിരുന്നു. സാമ്പത്തിക പദ്ധതികളിൽ ആവേശത്തോടെ പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു. ഖിലാഫത്തുമായി വളരെ ആത്മാർത്ഥവും കൂറും നിറഞ്ഞ ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലായ്പ്പോഴും ജലസയിൽ വരുമായിരുന്നു. ധനികനായിരുന്നിട്ടും സാധാരണക്കാരനും ദരിദ്രരെ സഹായിക്കുന്ന വ്യക്തിയുമായിരുന്നു. ഇദ്ദേഹത്തെ കുറിച്ച് എന്നോട് വ്യക്തിപരമായി ആരോ പറഞ്ഞു. ഒരുപാട് കാലമായി ഇദ്ദേഹത്തിന്റെ ഒരു ബംഗാളി ജോലിക്കാരുണ്ടായിരുന്നു. അല്പം കഠിനമായി, അല്പം ശബ്ദത്തിൽ അയാളോട് അദ്ദേഹം എന്തോ പറഞ്ഞു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ബംഗാളി ജോലിക്കാരൻ സാബൻ എന്നെ ശകാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദുഃഖിതനാണ്. അപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഞാൻ അത്ര വലിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, എന്തായിരുന്നാലും ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാം. ഇത്ര വലിയ വിനയമാണ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്. സിന്ധിൽ ഹിന്ദുക്കളുടെ ഭൂമി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ വഫാത്തിനെ കുറിച്ച് അറിഞ്ഞ് അവരെ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി റബോയിൽ പോകുന്നതായിരിക്കും. അവിടെ ഗ്രാമങ്ങളിൽ സ്ത്രീകളായ ജോലിക്കാർ ഉണ്ടായിരിക്കും. ഗ്രാമങ്ങളിലുള്ളതുപോലെ മുളകും അതേപോലെ തന്നെ പരുത്തിയും ഒക്കെ നടുന്നതിനും മറ്റുമായി അവരെ കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. അവരുടെ കൂലി അവരുടെ ഭർത്താക്കന്മാർക്ക് നൽകരുത്, കാരണം അവർ അത് സ്ത്രീകൾക്ക് നൽകാറില്ല, അതുകൊണ്ട് അത് അവരുടെ കയ്യിൽ തന്നെ നൽകുക. ഇദ്ദേഹത്തിന്റെ മകൻ, ഇദ്ദേഹത്തിന്റെ മാനേജർ എനിക്ക് എഴുതി, ഞങ്ങളെ കുറിച്ച് വലിയ വ്യാകുലത ഉള്ള ആളായിരുന്നു. സിന്ധിലെ അവസ്ഥയും അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഏതെങ്കിലും ജോലിക്കായി പോയാൽ വീട്ടിൽ തിരിച്ചെത്തുന്നവരേക്കും കൂടെ വ്യാകുലതയോടുകൂടി ഫോൺ ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തിന് തന്റെ ടീമിനെ കുറിച്ച് വളരെ വലിയ വ്യാകുലത, വളരെ വലിയ ശ്രദ്ധ ഉണ്ടായിരുന്നു. വളരെ വിനീതമായ പരിശുദ്ധനായ വ്യക്തിയായിരുന്നു. വിധവകൾക്കും യതീമുകൾക്കുമായി വസീഫ നിശ്ചയിച്ചിരുന്നു. അവരുടെ അഭിമാനം ശ്രദ്ധിച്ചിരുന്നു. വളരെ നിശബ്ദനായിട്ട് സഹായിച്ചിരുന്നു. എല്ലാവരോടും നല്ല വിധത്തിൽ പെരുമാറുന്നു. ഇദ്ദേഹത്തിന് ഭാര്യയും 2 ആൺമക്കളും 2 പെൺമക്കളുമുണ്ട്. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും കുട്ടികൾക്കും ഇദ്ദേഹത്തിന്റെ നന്മ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇവരുടെ ജനാസ നമസ്കരിക്കുന്നതായിരിക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمه
الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.